നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയൊരു വിഷയമാണ് ചർച്ചയ്ക്കെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ജ്ഞാനപരമായ മനഃശാസ്ത്രം ഒരു ആമുഖം എന്ന പുസ്തകമുണ്ടല്ലോ, അതിലെ ആദ്യ ഭാഗമാണ് നമ്മളിന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാൻ പോകുന്നത്. അപ്പോ എന്താണ് ഈ കോഗ്നിറ്റീവ് സൈക്കോളജി? നമ്മുടെ ചിന്തകൾ, ഓർമ്മകൾ, അങ്ങനെയുള്ള മാനസിക പ്രവർത്തനങ്ങളെപ്പറ്റി പഠിക്കുന്നത് എന്തിനാണ് ഇത്ര പ്രധാനം? നമുക്ക് നോക്കാം. ശരിയാണ്, വളരെ നല്ല ചോദ്യമാണ്. ലളിതമായിട്ട് പറഞ്ഞാല് നമ്മുടെ മനസ്സ്, നമ്മുടെ തലച്ചോറ് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് ഈ കോഗ്നിറ്റീവ് സൈക്കോളജി. ഓക്കേ. നമ്മൾ ചുറ്റുമുള്ള ലോകത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു, പുതിയ കാര്യങ്ങൾ എങ്ങനെ പഠിക്കുന്നു, എങ്ങനെ ഓർക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ, എങ്ങനെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന പഠന വിഷയങ്ങൾ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിനുള്ളിലെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലേ, അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രീയ പഠനം, അതാണ് കോഗ്നിറ്റീവ് സൈക്കോളജി. കൊള്ളാം. അപ്പോ ഈ പുസ്തകഭാഗം വായിക്കുമ്പോൾ നിങ്ങൾ, അതായത് കേൾക്കുന്നവർ, പ്രധാനമായിട്ടും എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എന്താണ് കോഗ്നിറ്റീവ് സൈക്കോളജി? നമുക്കതൊന്ന് വിശദമായിട്ട് നോക്കിയാലോ? നോക്കാം. കോഗ്നിറ്റീവ് സൈക്കോളജി, അല്ലെങ്കിൽ മലയാളത്തിൽ ജ്ഞാനപരമായ മനഃശാസ്ത്രം എന്ന് പറയും. ഇത് പ്രധാനമായും ആളുകൾ എങ്ങനെയാണ് വിവരങ്ങൾ ഗ്രഹിക്കുന്നത്, പെർസീവ് ചെയ്യുന്നത്. അതെ, അതായത് ചുറ്റുമുള്ള കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു, കാണുന്നു, കേൾക്കുന്നു, പിന്നെ എങ്ങനെ പഠിക്കുന്നു, ലേൺ ചെയ്യുന്നു, എങ്ങനെ ഓർക്കുന്നു, റിമെമ്പർ, എങ്ങനെ ചിന്തിക്കുന്നു, തിങ്ക് ജിയുടെ ഭാഗമാണ്. നമ്മുടെയൊക്കെ പെരുമാറ്റങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഈ പറഞ്ഞ മാനസിക പ്രക്രിയകൾക്ക് വലിയ പങ്കുണ്ട്. അതാണ് മനഃശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോ നിങ്ങൾ ഈ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടല്ലോ, അപ്പോ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ തലച്ചോറിനുള്ളിൽ എന്തൊക്കെയോ അദൃശ്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടല്ലേ? തീർച്ചയായും. അതുപോലെ ഈ വിഷയം മനസ്സിലാക്കണം എന്നൊരു ലക്ഷ്യം നിങ്ങൾക്കുള്ളതുകൊണ്ടാണ് ഒരുപക്ഷെ നിങ്ങൾ ഇത് ശ്രദ്ധിക്കാൻ തീരുമാനിച്ചത്. അപ്പൊ നമ്മുടെ ലക്ഷ്യങ്ങൾ, പ്ലാനുകളൊക്കെ നമ്മുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നുണ്ട്. വളരെ ശരിയാണ്, അതാണ് പോയിന്റ്. നമ്മൾ സാധാരണയായി അത്ര ശ്രദ്ധിക്കാത്ത പല ദൈനംദിന അനുഭവങ്ങളുണ്ടല്ലോ, അതെല്ലാം കോഗ്നിറ്റീവ് സൈക്കോളജിക്ക് വളരെ പ്രധാനപ്പെട്ട പഠന വിഷയങ്ങളാണ്. പുസ്തകത്തിൽ പറയുന്ന ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം, നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. പറയൂ. ഒന്ന്, നമ്മളൊരു ലേഖനം എഴുതി, എന്നിട്ട് ശ്രദ്ധയോടെ വായിച്ചു നോക്കി, എന്നാലും പിന്നീട് നോക്കുമ്പോൾ അതിൽ തെറ്റുകൾ കണ്ടെത്തുന്നു. അതെപ്പോഴും സംഭവിക്കാറുണ്ട് അല്ലേ? ഇത് ശരിക്കും പാറ്റേൺ റെക്കഗ്നിഷനിലെ ഒരു പ്രശ്നമായിട്ട് കാണാം. നമ്മൾ എന്താണോ അവിടെ കാണാൻ പ്രതീക്ഷിക്കുന്നത് അതാണ് പലപ്പോഴും കാണുക. അക്ഷരത്തെറ്റുകളോ മറ്റോ ശ്രദ്ധിക്കാതെ പോകും. ശരിയാണ്. പിന്നെ വേറൊന്ന്, ക്ലാസ്സിലെ ലെക്ചർ കേൾക്കുന്നതിനോടൊപ്പം നോട്ട് എഴുതുമ്പോൾ. അത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അപ്പോ പലപ്പോഴും ലെക്ചർ മുഴുവനായിട്ട് മനസ്സിലായി എന്ന് വരില്ല, അല്ലേ? അത് നമ്മുടെ ശ്രദ്ധയുടെ, അറ്റൻഷന്റെ ഒരു പരിമിതിയാണ്. ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങളിൽ നമുക്ക് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് ശരിയാണ്. ഇനി വേറൊരു സിറ്റുവേഷൻ, കയ്യിൽ പേനയൊന്നുമില്ല, അപ്പൊ ഒരാൾ ഒരു ഫോൺ നമ്പർ പറഞ്ഞു, നമ്മളത് ഡയൽ ചെയ്യുന്നത് വരെ മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ടോണ്ടിരിക്കും, അല്ലേ? അതെ, 9447 അങ്ങനെ. അത് തന്നെ. അതിനിടയിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചാൽ ചിലപ്പോ ആ നമ്പർ മറന്നുപോയെന്നും വരും. പിന്നെ ഓർത്തെടുക്കാൻ പാടാണ്. അതെ, ഇത് നമ്മുടെ ഹ്രസ്വകാല ഓർമ്മ, ഷോർട്ട് ടേം മെമ്മറിയുടെ ഒരു പ്രത്യേകതയാണ്, പരിമിതിയാണ്. കുറഞ്ഞ സമയത്തേക്ക് വിവരങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരിടം. ഷോർട്ട് ടേം മെമ്മറി. പിന്നെ നമ്മൾ ഒരു പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്താൻ കുറേ നേരം ശ്രമിച്ചു, പറ്റുന്നില്ല, നമ്മൾ അതങ്ങ് വിട്ടു, ഒരു ബ്രേക്ക് എടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഉത്തരം മനസ്സിലേക്ക് വന്നു. അതനുഭവിച്ചിട്ടുണ്ട് അല്ലേ? ഇതിനെ ഇൻക്യുബേഷൻ ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ ബോധപൂർവം ചിന്തിക്കാതിരിക്കുമ്പോഴും നമ്മുടെ ഉപബോധ മനസ്സ് ആ പ്രശ്നത്തിൽ പ്രവർത്തിച്ച് ഒരു പരിഹാരത്തിലേക്ക് എത്തുന്ന ഒരു പ്രതിഭാസം. ഇൻക്യുബേഷൻ ഇഫക്റ്റ്. കൊള്ളാം. അവസാനമായി ഒരെണ്ണം കൂടി. നല്ല മൂടൽ മഞ്ഞുള്ള ദിവസം, ദൂരെയുള്ള കെട്ടിടങ്ങളോ മരങ്ങളോ ഒക്കെ സാധാരണ കാണുന്നതിനേക്കാൾ കൂടുതൽ ദൂരെയാണെന്ന് നമുക്ക് തോന്നും. ശരിയാണ്. എന്തുകൊണ്ടാണത്? അത് പെർസെപ്ഷൻ, അതായത് നമ്മൾ കാര്യങ്ങളെ ഗ്രഹിക്കുന്ന രീതിയിലെ ഒരു പ്രത്യേകതയാണ്. അന്തരീക്ഷത്തിലെ സൂചനകൾ കുറവായതുകൊണ്ട് ദൂരം കണക്കാക്കുന്നതിൽ തലച്ചോറിനൊരു പിഴവ് പറ്റുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണങ്ങളിലൊക്കെ ഒരു കോമൺ കാര്യമുള്ളതുപോലെ തോന്നുന്നു.
അതായത് സാധാരണഗതിയിൽ നമ്മുടെ ഈ മാനസിക പ്രവർത്തനങ്ങൾ, ഓർമ്മ, ശ്രദ്ധ, ചിന്ത ഒക്കെ സ്മൂത്തായിട്ട് നടക്കും. പക്ഷെ ഇവിടെ എല്ലാം അതിനെന്തെങ്കിലും ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു പിഴവ് സംഭവിക്കുകയാണ്. അതെ അതെ, അത് തന്നെ. സാധാരണ ഇതൊക്കെ ശരിയായി നടക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേയില്ല. പക്ഷെ എപ്പോഴെങ്കിലും ഒരു പിഴവ് വരുമ്പോഴാണ് അയ്യോ ഓർമ്മ പോയല്ലോ, ശ്രദ്ധ കിട്ടിയില്ലല്ലോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ഈ പിഴവുകൾ ശരിക്കും മനസ്സിന്റെ പ്രവർത്തനം പഠിക്കാൻ നല്ലൊരു വഴിയാണല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണത്. ഈ പിഴവുകൾ, ഈ ദൈനംദിന അനുഭവങ്ങൾ, ഇതിനെയൊക്കെ വിശകലനം ചെയ്താണ് കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റുകൾ മനസ്സിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നത്. ഇത് വെറുതെ ഓരോന്ന് ഊഹിച്ചു പറയുന്നതല്ല, ഇത് ശാസ്ത്രീയമായ പഠനമാണ്. സയന്റിഫിക് സ്റ്റഡി ഓഫ് മൈൻഡ്. ശരി. കൃത്യമായ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ അടങ്ങുന്ന ഗവേഷണ രീതികൾ, റിസർച്ച് മെത്തേഡ്സ് ഉപയോഗിച്ചാണ് ഈ നിഗമനങ്ങളിലെത്തുന്നത്. അപ്പോ നമ്മൾ ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്താണ്? കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ ചിന്ത, ഓർമ്മ, ശ്രദ്ധ പോലുള്ള മാനസിക കഴിവുകളെക്കുറിച്ചുള്ള പഠനമാണ്. അത് നമ്മുടെ സാധാരണ ജീവിതത്തിലെ അനുഭവങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒന്നാണ്, അല്ലേ? അതെ. ഓർക്കേണ്ട പ്രധാന കാര്യം, നമ്മുടെ തലച്ചോറിനുള്ളിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ, നമ്മുടെ ചിന്തകൾ, ഓർമ്മകൾ, ശ്രദ്ധ, കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതി, ഇവയെല്ലാം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും, നമ്മളെടുക്കുന്ന തീരുമാനങ്ങളെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് തിരിച്ചറിയുക എന്നതാണ്. ഈ പ്രോസസ്സുകളിലെ ചെറിയ പിഴവുകൾക്ക് പോലും ചിലപ്പോൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഉദാഹരണത്തിന്, ഇപ്പോ വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മാറിയാൽ എന്താ സംഭവിക്കുക? അപകടം വരെ സംഭവിക്കാം. അതെ. അതുകൊണ്ട് ഈ പഠനം വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും. അപ്പോൾ കേൾക്കുന്നവർക്ക് ഇനി സ്വന്തമായിട്ട് ആലോചിക്കാൻ ഒരു കാര്യം തരാം. നിങ്ങളുടെ ശ്രദ്ധ, അറ്റൻഷൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സാഹചര്യം ഈ അടുത്ത കാലത്തുണ്ടായത് ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കാമോ? ഒരുപക്ഷെ അതൊരു പ്രധാന പരീക്ഷ എഴുതിയതാവാം, അല്ലെങ്കിൽ തിരക്കിട്ടൊരു ജോലി തീർത്തതാവാം, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭാഷണത്തിൽ ഏർപ്പെട്ടതാവാം. ആ സമയത്ത് നിങ്ങളുടെ ചിന്തകൾ എവിടെയായിരുന്നു? നിങ്ങളുടെ ചുറ്റുമുള്ള ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു? ഏതൊക്കെ കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടാതെ പോയി? ഇങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കുന്നത് നിങ്ങളുടെ സ്വന്തം കോഗ്നിറ്റീവ് പ്രോസസ്സുകളെക്കുറിച്ച്, ഈ പറഞ്ഞ മാനസിക പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിലപ്പോൾ പുതിയ കാഴ്ചപ്പാട് നൽകിയേക്കാം. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ആഴത്തിലുള്ള ചർച്ചയിൽ നമ്മൾ കോഗ്നിറ്റീവ് സൈക്കോളജിയിലെ ഗവേഷണ രീതികളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതെ. അതായത് മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നൊക്കെ പഠിക്കാൻ മനഃശാസ്ത്രജ്ഞർ എന്തൊക്കെ വഴികളാണ് ഉപയോഗിക്കുന്നത് എന്ന്. നമ്മുടെ കയ്യിലുള്ളത് അറിവളവും മനഃശാസ്ത്ര ഗവേഷണ രീതികൾ എന്ന പുസ്തകത്തിലെ ചില പ്രധാന ഭാഗങ്ങളാണ്. ഇത് വച്ച് ഈ രീതികളൊന്ന് ലളിതമായി പരിചയപ്പെടാം, അല്ലേ? തീർച്ചയായും, നല്ലൊരു വിഷയമാണ്. ശരി, അപ്പോ നമുക്ക് തുടങ്ങാം. ഈ കോഗ്നിറ്റീവ് സൈക്കോളജിയിലെ ഗവേഷണങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രധാന ലക്ഷ്യങ്ങൾ? വെറുതെ ഡാറ്റ കളക്ട് ചെയ്യുക എന്നതാണോ? അതൊരു ഭാഗമാണ്. പക്ഷേ അതിനപ്പുറം കുറേ കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും പറഞ്ഞ പോലെ വിവരങ്ങൾ ശേഖരിക്കുക, അതായത് ഡേറ്റ ഗാദറിംഗ്. ഓക്കെ. പിന്നെ അത് കിട്ടിയാൽ മാത്രം പോരല്ലോ, അത് വിശകലനം ചെയ്യണം. ഡേറ്റ അനാലിസിസ്. ശരി. ഹൈപ്പോത്തസിസ് ഫോർമുലേഷൻ. എന്നിട്ട് അത് ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യണം. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ചിലപ്പോഴൊക്കെ ഈ കണ്ടെത്തിയ കാര്യങ്ങൾ ലാബിന് പുറത്ത് യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കും. അതാണ് ആപ്ലിക്കേഷൻ. മനസ്സിലായി. പക്ഷെ ഇതിനെല്ലാം അപ്പുറം അടിസ്ഥാനപരമായ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ചിന്തയുടെ എങ്ങനെ, എന്തുകൊണ്ട് എന്നൊക്കെ ആഴത്തിൽ മനസ്സിലാക്കുക എന്നതാണ്. അതാണ് പ്രധാനം. അതെ. ഇവിടെ ഒരു പ്രധാന കാര്യം, ചിന്ത എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. ഇല്ല. അപ്പോൾ നമ്മൾ കാണുന്ന പെരുമാറ്റങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ആളുകൾ പറയുന്നതിൽ നിന്നുമൊക്കെ ഈ ചിന്താ പ്രക്രിയകളെക്കുറിച്ച് നമ്മൾ അനുമാനങ്ങളിലെത്തണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ. ശരിയാണ്. ഈ അനുമാനങ്ങളിൽ എത്താൻ സഹായിക്കുന്ന കുറച്ച് വ്യതിരിക്തമായ ഗവേഷണ രീതികൾ, ഡിസ്റ്റിങ്ക്റ്റീവ് റിസർച്ച് മെത്തേഡ്സ്, ഏതൊക്കെയാണ് പ്രധാനമായും പറയുന്നത്? പ്രധാനമായും 4 രീതികളാണ് നമ്മുടെ ഈ സ്രോതസ്സിൽ എടുത്തു പറയുന്നത്. ഓക്കെ. ഒന്നാമത്തേത്, ഒരുപക്ഷെ ഏറ്റവും സാധാരണയായി കേൾക്കുന്നത്, മനുഷ്യന്റെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള പരീക്ഷണങ്ങൾ. എക്സ്പെരിമെന്റ്സ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ. ലാബിലൊക്കെ ചെയ്യുന്ന പോലെ. അതെ, അത് തന്നെ. സാധാരണയായി ലബോറട്ടറി പോലുള്ള നല്ല നിയന്ത്രിത സാഹചര്യങ്ങളിലാണ് ഇത് നടത്തുക. ഇവിടെ നമ്മൾ ഒരു പ്രത്യേക ഘടകം, അതിനെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ IV എന്ന് പറയും, അതിൽ മാറ്റം വരുത്തും. എന്നിട്ട് ആ മാറ്റം വ്യക്തിയുടെ ചിന്തയിലോ പെരുമാറ്റത്തിലോ എന്ത് ഫലമാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കും. ആ ഫലത്തെയാണ് ഡിപെൻഡന്റ് വേരിയബിൾ
DV എന്ന് പറയുന്നത്. ശരി, ഇതിനിടയിൽ വേറെ പല കാര്യങ്ങളും സ്വാധീനിക്കാമല്ലോ. അത്തരം കാര്യങ്ങളെ പരമാവധി സ്ഥിരമായി നിർത്താൻ ശ്രമിക്കും. അതാണ് കൺട്രോൾ വേരിയബിൾസ്. അപ്പോ ഈ വേരിയബിളുകളെ ഇങ്ങനെ വേർതിരിച്ചു പഠിക്കുന്നത് കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനാണോ? അതെ, അതുതന്നെ. ഒരു കാര്യം മറ്റൊന്നിന് കാരണമാകുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ, അതായത് കോസാലിറ്റി സ്ഥാപിക്കാൻ ഈ നിയന്ത്രണങ്ങൾ വളരെ പ്രധാനമാണ്. ഓ, വെറുതെ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് സംഭവിക്കുന്നതാണോ അതോ ഒന്ന് കാരണം മറ്റൊന്ന് സംഭവിക്കുന്നതാണോ എന്ന് തിരിച്ചറിയണം. മനസ്സിലായി. അതിനുവേണ്ടി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വലിയൊരു ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ഗ്രൂപ്പിനെ യാദൃച്ഛികമായി തിരഞ്ഞെടുത്ത് നല്ല കർശനമായ നിയന്ത്രണങ്ങളോടെ പഠനം നടത്തും. പക്ഷേ ഇതിനൊരു പ്രശ്നമില്ലേ? ഈ ലാബിലെ ഒരു കൃത്രിമ സാഹചര്യം അത് യഥാർത്ഥ ജീവിതത്തിൽ അതുപോലെ ആകുമോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനെ ഇക്കോളജിക്കൽ വാലിഡിറ്റി എന്നൊക്കെ പറയും. ലാബിലെ കണ്ടെത്തലുകൾ പുറം ലോകത്ത് എത്രത്തോളം പ്രസക്തമാണ് എന്നത് എപ്പോഴും ഒരു ചർച്ചാ വിഷയമാണ്. ശരിയാണ്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ രീതി. ഇനി രണ്ടാമത്തേത് തലച്ചോറിനെ നേരിട്ട് നോക്കുന്ന രീതികളാണോ? അതെ, രണ്ടാമത്തെ രീതി അതാണ്. സൈക്കോ ബയോളജിക്കൽ ഗവേഷണം. സൈക്കോ ബയോളജിക്കൽ റിസർച്ച്. പേര് കേൾക്കുമ്പോൾ തന്നെ ബയോളജിയുമായി ബന്ധമുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. ഇത് നമ്മുടെ കോഗ്നിറ്റീവ് പ്രകടനം, അതായത് ചിന്ത, ഓർമ്മ, ശ്രദ്ധ പോലുള്ള കാര്യങ്ങളും തലച്ചോറിൽ നടക്കുന്ന സംഭവങ്ങളും സെറിബ്രൽ ഇവന്റ്സും തമ്മിലുള്ള ബന്ധമാണ് പഠിക്കുന്നത്. എങ്ങനെയാണത് പഠിക്കുന്നത്? പല വഴികളുണ്ട്. ഒന്ന്, മരണാനന്തര പഠനങ്ങൾ, പോസ്റ്റ്മോർട്ടം സ്റ്റഡീസ്. ഒരാൾ മരിച്ചതിനു ശേഷം അവരുടെ തലച്ചോറ് പഠിച്ചിട്ട് ജീവിച്ചിരുന്നപ്പോൾ അവർക്കുണ്ടായിരുന്ന കോഗ്നിറ്റീവ് കഴിവുകളുമായി അതിനെ ബന്ധിപ്പിച്ചു നോക്കും. ഓഹോ, പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തലച്ചോറിന്റെ ഘടനയും പ്രവർത്തനവും കാണാൻ പറ്റുന്ന ഇമേജിംഗ് ടെക്നിക്കുകളാണ്. ആ, ഈ FMRI, പെറ്റ് സ്കാൻ ഒക്കെ. അതെ അതെ, അതുപോലുള്ളവ. പ്രത്യേക കോഗ്നിറ്റീവ് പ്രശ്നങ്ങളുള്ള, ഉദാഹരണത്തിന് ഓർമ്മക്കുറവുള്ള ആളുകളുടെ തലച്ചോറിൽ എന്തു വ്യത്യാസമുണ്ട് എന്ന് പഠിക്കാം. ശരി. അതുപോലെ നമ്മൾ സാധാരണ എന്തെങ്കിലും ചിന്തിക്കുമ്പോഴോ ഒരു പ്രശ്നം പരിഹരിക്കുമ്പോഴൊക്കെ തലച്ചോറിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് സജീവമാകുന്നത് എന്നും ഇതിലൂടെ അറിയാൻ പറ്റും. കൊള്ളാം. അപ്പോ തലച്ചോറും ചിന്തയും തമ്മിലുള്ള ഒരു മാപ്പിംഗ് പോലെ അല്ലേ? ഒരു പരിധിവരെ അതെ. പക്ഷെ ഇവിടെയും ഒരു കാര്യമുണ്ട്. തലച്ചോറിൽ ഒരു പ്രത്യേക ഭാഗം ഒരു ജോലി ചെയ്യുമ്പോൾ സജീവമാകുന്നു എന്ന് കണ്ടാൽ ആ ഭാഗമാണ് ആ ജോലിക്ക് കാരണം എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അതോ ആ ജോലിയുടെ ഒരു ഫലം മാത്രമാണോ ആ പ്രവർത്തനം? ആ, അതൊരു നല്ല പോയിന്റാണ്. വെറുമൊരു ബന്ധം, കൊറിലേഷൻ ആണോ അതോ കാരണം, കോസേഷൻ തന്നെയാണോ എന്ന് തിരിച്ചറിയണം. അതെ, അത് എപ്പോഴും ഒരു വെല്ലുവിളിയാണ്. അതിന് കൂടുതൽ പഠനങ്ങൾ വേണ്ടിവരും. ഓക്കെ, അപ്പോ രണ്ടാമത്തെ രീതി സൈക്കോ ബയോളജിക്കൽ റിസർച്ച്. ഇനി മൂന്നാമത്തെ രീതിയിലേക്ക് പോയാലോ? മൂന്നാമത്തെ രീതി കുറച്ചുകൂടി എന്താ പറയാ, വ്യക്തിഗതമായ തലത്തിലേക്ക് വരുന്ന ഒന്നാണ്. സ്വയം റിപ്പോർട്ടുകൾ, സെൽഫ് റിപ്പോർട്ട്സ്, കേസ് സ്റ്റഡികൾ, പിന്നെ സ്വാഭാവിക നിരീക്ഷണം, നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ. ഇത് കേട്ടിട്ട് ലാബിലെ നിയന്ത്രണങ്ങളിൽ നിന്നു മാറി കുറച്ചുകൂടി സ്വാഭാവികമായ രീതികളാണെന്ന് തോന്നുന്നു. ശരിയാണ്. സ്വയം റിപ്പോർട്ട് എന്ന് വെച്ചാൽ വ്യക്തികൾ അവരുടെ സ്വന്തം ചിന്തകളെക്കുറിച്ചോ അനുഭവങ്ങളെക്കുറിച്ചോ വിവരം നൽകുന്നത്. ഒരു ഡയറി എഴുതുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ചോദ്യാവലിക്ക് ഉത്തരം നൽകുന്നത് പോലെയോ ആകാം. ഓക്കെ. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ വ്യക്തികളെ വളരെ ആഴത്തിൽ വിശദമായി പഠിക്കുന്ന രീതിയാണ്. അവരുടെ ജീവിത സാഹചര്യം, ചിന്താരീതിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. സ്വാഭാവിക നിരീക്ഷണം എന്ന് പറഞ്ഞാൽ ലാബിന് പുറത്ത് ആളുകൾ സാധാരണ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ, വീട്ടിലോ ജോലിസ്ഥലത്തോ സ്കൂളിലൊക്കെ അവരുടെ പെരുമാറ്റം നേരിട്ട് നിരീക്ഷിക്കുന്നതാണ്. അപ്പോൾ ഈ മൂന്ന് രീതികളും കൂടുതൽ ഒരു അനുഭവപരമായ വിവരം തരും അല്ലേ? തീർച്ചയായും. പരീക്ഷണങ്ങൾക്ക് കൃത്യത, പ്രിസിഷൻ കൂടുതൽ അവകാശപ്പെടാമെങ്കിലും ഈ രീതികൾക്ക് മനുഷ്യന്റെ അനുഭവങ്ങളുടെ ഒരു ആഴം, ഒരു സങ്കീർണതയൊക്കെ പകർത്താൻ പറ്റും. പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്താൻ, അതായത് ഹൈപ്പോത്തിസിസ് ജനറേഷന് ഇത് വളരെ ഉപകാരപ്രദമാണ്. ചിലപ്പോൾ ഒരു കേസ് സ്റ്റഡിയിൽ നിന്നാവാം ഒരു പുതിയ സിദ്ധാന്തത്തിന്റെ തുടക്കം. പക്ഷേ ഇതിനും പരിമിതികളില്ലേ? ആളുകൾ സ്വന്തം കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ശരിയാവണമെന്നില്ല, അല്ലെങ്കിൽ ഓർമ്മത്തെറ്റുണ്ടാവാം. നിരീക്ഷിക്കുമ്പോൾ നമ്മുടെ സാന്നിധ്യം തന്നെ അവരുടെ പെരുമാറ്റത്തെ മാറ്റിയേക്കാം. കറക്റ്റ്. സ്വയം റിപ്പോർട്ടുകൾ വ്യക്തിനിഷ്ഠമാകാം, സബ്ജക്റ്റീവ്. കേസ് സ്റ്റഡി ഒന്നോ രണ്ടോ പേരെക്കുറിച്ചായതുകൊണ്ട് അതെല്ലാവർക്കും ബാധകമാവോ എന്ന് പറയാൻ പറ്റില്ല. സ്വാഭാവിക നിരീക്ഷണത്തിൽ നമുക്ക് നിയന്ത്രണം കുറവായിരിക്കും. അപ്പോൾ കാരണം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. ശരിയാണ്.
അപ്പോ ഓരോന്നിനും അതിൻ്റെതായ ഗുണവും ദോഷവുമുണ്ട്. ഇനി 4ാമത്തെ രീതി, അതിൽ കമ്പ്യൂട്ടറുകൾക്ക് പങ്കുണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതെ, 4ാമത്തെ രീതിയാണ് കമ്പ്യൂട്ടർ സിമുലേഷനുകളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും. ഓഹോ, AI ഒക്കെ ഇതിൽ വരുമോ? വരും. കമ്പ്യൂട്ടറുകൾ ഈ കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു രീതി കമ്പ്യൂട്ടർ സിമുലേഷനുകളാണ്, കമ്പ്യൂട്ടർ സിമുലേഷൻസ്. അതെന്താണ്? അതായത് മനുഷ്യന്റെ ഒരു പ്രത്യേക ചിന്താ പ്രക്രിയ, ഉദാഹരണത്തിന് ഓർമ്മയിൽ നിന്ന് ഒരു കാര്യം എങ്ങനെ എടുക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്കൊരു സിദ്ധാന്തമുണ്ടെന്ന് വെക്കുക. ഓക്കെ. ആ സിദ്ധാന്തം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം എഴുതുന്നു. എന്നിട്ട് ആ പ്രോഗ്രാം പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന ഫലം മനുഷ്യന്റെ യഥാർത്ഥ പെരുമാറ്റവുമായി ഒത്തുനോക്കും. ആഹാ, കൊള്ളാലോ. അപ്പോ തിയറി ശരിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു വഴി കൂടിയാണത്. അതെ, സിദ്ധാന്തത്തിലെ പൊരുത്തക്കേടുകൾ കണ്ടെത്താനും അത് മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും. ചില ഗവേഷകർ ഒരു പടി കൂടി കടന്ന് മനുഷ്യ മനസ്സിന്റെ മൊത്തത്തിലുള്ള ഒരു ഘടനയുടെ, കോഗ്നിറ്റീവ് ആർക്കിടെക്ചറിന്റെ കമ്പ്യൂട്ടർ മോഡലുകൾ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓ, അത്രയ്ക്കും ഡീറ്റെയിൽഡ് ആയിട്ട്. അതെ, AI-യും ഇതിൽ വരുന്നുണ്ട്. ബുദ്ധിപരമായ ജോലികൾ ചെയ്യാൻ കഴിവുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഉണ്ടാക്കുന്നത് വഴി മനുഷ്യന്റെ ബുദ്ധി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് ചിലപ്പോൾ പുതിയ ഉൾക്കാഴ്ചകൾ കിട്ടിയേക്കാം. കൊള്ളാം. അപ്പൊ ഈ 4 പ്രധാന രീതികളും, അതായത് പരീക്ഷണങ്ങൾ, പിന്നെ സൈക്കോബയോളജിക്കൽ രീതികൾ, പിന്നെ ഈ സ്വയം റിപ്പോർട്ട് കേസ് സ്റ്റഡി നിരീക്ഷണം, അവസാനം കമ്പ്യൂട്ടർ സിമുലേഷനുകൾ, ഇവയെല്ലാം എങ്ങനെയാണ് ഒരുമിച്ച് വരുന്നത്? ഇതിൻ്റെയൊക്കെ ഒരു ആകത്തുക എന്താണ്? സോ വാട്ട് ഇസ് ദിസ് ഓൾ മീൻ? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റുകൾ പലപ്പോഴും ഈ രീതികളിൽ ഏതെങ്കിലും ഒന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കാറില്ല. ആണോ? അതെ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ രീതിക്കും അതിൻ്റെതായ ശക്തിയും ദൗർബല്യവുമുണ്ട്. ശരിയാണ്. പരീക്ഷണങ്ങൾക്ക് നിയന്ത്രണവും കൃത്യതയുമുണ്ട്, പക്ഷേ സ്വാഭാവികത കുറയാം. നിരീക്ഷണങ്ങൾക്ക് സ്വാഭാവികതയുണ്ട്, പക്ഷേ നിയന്ത്രണമില്ല. തലച്ചോറിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നേരിട്ടുള്ള ജൈവിക ബന്ധം കാണിക്കും, പക്ഷേ കാരണം ഉറപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. സിമുലേഷനുകൾ സിദ്ധാന്തം പരീക്ഷിക്കാൻ നല്ലതാണ്, പക്ഷേ അത് യഥാർത്ഥ മനുഷ്യാനുഭവമാണോ എന്ന ചോദ്യം വരാം. അതുകൊണ്ട് ഒരു പ്രതിഭാസത്തെക്കുറിച്ച്, ഉദാഹരണത്തിന് ഓർമ്മയെക്കുറിച്ച് ഒരു പൂർണ്ണമായ ചിത്രം കിട്ടണമെങ്കിൽ ഈ പല രീതികളും ഒരുമിച്ചുപയോഗിക്കേണ്ടി വരും. അതിനെയാണ് കൺവേർജിംഗ് ഓപ്പറേഷൻസ് എന്നൊക്കെ പറയുന്നത്. പല ദിശകളിൽ നിന്നുള്ള തെളിവുകൾ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ ആ കണ്ടെത്തലിന് കൂടുതൽ ബലം കിട്ടും. അത് തന്നെ. മാത്രമല്ല, കോഗ്നിറ്റീവ് സൈക്കോളജി ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു വിഷയമല്ല. അത് കോഗ്നിറ്റീവ് സയൻസ് എന്നൊരു വലിയൊരു കുടക്കീഴിലാണ് വരുന്നത്. ഓക്കെ. അതിൽ ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പിന്നെ തത്വശാസ്ത്രം, ഭാഷാശാസ്ത്രം, നരവംശശാസ്ത്രം ഒക്കെ വരും. അപ്പോൾ ഈ വിഷയങ്ങളിൽ നിന്നുള്ള അറിവുകളും രീതികളും കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ മറ്റു മനഃശാസ്ത്രജ്ഞരുമായും സഹകരിച്ച് പ്രവർത്തിക്കാറുണ്ട്. അപ്പോ മനുഷ്യന്റെ മനസ്സ്, ചിന്ത എന്നൊക്കെ പറയുന്നത് അത്ര ലളിതമായ ഒന്നല്ല. അതിനെ മനസ്സിലാക്കാൻ ഇത്രയും വ്യത്യസ്തമായ വഴികളും സഹകരണവും ഒക്കെ ആവശ്യമാണെന്ന് സാരം. തീർച്ചയായും വളരെ സങ്കീർണമായ ഒന്നാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. ശരിയാണ്. അപ്പോൾ നിങ്ങൾ കേൾക്കുന്നവർക്കായി ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് നമുക്ക് നിർത്താമെന്ന് തോന്നുന്നു. പറയൂ. നമ്മൾ ഈ കമ്പ്യൂട്ടർ സിമുലേഷനെക്കുറിച്ചും AI-യെക്കുറിച്ചുമൊക്കെ പറഞ്ഞല്ലോ. ഇവ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചോദ്യം ഇതാണ്: ഒരു കമ്പ്യൂട്ടർ സിമുലേഷന് അല്ലെങ്കിൽ ഒരു AI സിസ്റ്റത്തിന് എപ്പോഴെങ്കിലും മനുഷ്യന്റെ ചിന്തയെ അതിൻ്റെ എല്ലാ തലങ്ങളോടും കൂടി, വൈകാരികവും ബോധപരവും ഒക്കെയായി പൂർണ്ണമായി പകർത്താൻ സാധിക്കുമോ? നല്ല ചോദ്യം. അതോ മനുഷ്യന്റെ അനുഭവത്തിന്റെ ഒരുപക്ഷെ ഈ സർഗാത്മകത, ക്രിയേറ്റിവിറ്റി, അവബോധം, കോൺഷ്യസ്നസ് പോലുള്ള ചില കാര്യങ്ങൾ എപ്പോഴും ഈ യന്ത്രങ്ങൾക്ക് പിടികൊടുക്കാതെ നിൽക്കുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തീർച്ചയായും കൂടുതൽ ആലോചിക്കാവുന്നതുമാണ്. നമസ്കാരം. അറിവിൻ്റെ മേഖലകൾ, മനഃശാസ്ത്ര സമീപനം എന്ന ആ ലേഖനം നമ്മൾ ഇന്ന് വിശദമായിട്ടൊന്ന് നോക്കുകയാണ്. അതെ. നമ്മുടെ ചിന്തകളും ഓർമ്മകളുമൊക്കെ എങ്ങനെയാണ് ഈ പ്രവർത്തിക്കുന്നത് എന്ന് പഠിക്കുന്ന കോഗ്നിറ്റീവ് സൈക്കോളജി. കോഗ്നിറ്റീവ് സൈക്കോളജിയിലെ ഒരു 12 പ്രധാന ഗവേഷണ മേഖലകൾ, അതാണല്ലോ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതെ, പ്രധാനപ്പെട്ട 12 ഏരിയാസ്. വെറുതെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തു പോകുന്നതിന് പകരം ഇത് തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, പിന്നെ നമുക്കിത് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നൊക്കെ മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. തീർച്ചയായും. അപ്പോ ഈ 12 മേഖലകൾ എന്ന് പറയുമ്പോൾ അത് ഒരുമിച്ച് ചേർന്നാലേ നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായിട്ട് മനസ്സിലാവൂ. ശരി, നമുക്ക് ആദ്യത്തേതിലേക്ക് കടക്കാം. കോഗ്നിറ്റീവ് ന്യൂറോ സയൻസ്. ന്യൂറോ സയൻസ്. തലച്ചോറ്,
പിന്നെ നമ്മുടെ നാഡീവ്യവസ്ഥ, ഇതിലൊക്കെയുള്ള ആ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സസ്, അതായത് രാസവൈദ്യുത പ്രവർത്തനങ്ങൾ നമ്മുടെ മാനസിക പ്രവർത്തനങ്ങളെ, സെൻസേഷൻ മുതൽ മെമ്മറി വരെയുള്ള എന്തിനേയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പഠിക്കുന്ന ഒരു ഏരിയയാണ്. ഇത് താരതമ്യേന പുതിയൊരു ഫീൽഡാണെന്ന് തോന്നുന്നു അല്ലേ? കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റുകളും ന്യൂറോ സയന്റിസ്റ്റുകളും ഒരുമിച്ച്? അതെ അതെ, ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു പുതിയൊരു മേഖലയാണ്. രണ്ടും ചേർന്നുള്ള പഠനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ടിപ്പോൾ. തലച്ചോറിലെ ആ മാറ്റങ്ങൾ നമ്മുടെ അനുഭവങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. ഇതിനോട് അടുത്തു നിൽക്കുന്ന ഒന്നാണല്ലോ പെർസെപ്ഷൻ. നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നത്. അതായത് കാണുന്നു, കേൾക്കുന്നു, തൊട്ടറിയുന്നു. അതെ, ആ സെൻസറി സ്റ്റിമുലയെ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്, അതിനെങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ള പഠനം. ലോകത്തെ മനസ്സിലാക്കുന്നതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയാം. ഈ കിട്ടുന്ന വിവരങ്ങളെ വെറുതെ എടുക്കുകയല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അല്ലേല്ല, അവിടെയാണ് അടുത്ത പോയിന്റ് വരുന്നത്, പാറ്റേൺ റെക്കഗ്നിഷൻ. നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതും ഒന്നും ഒറ്റൊറ്റ കാര്യങ്ങളല്ല, അതൊക്കെ ഒരു പാറ്റേൺ ആയിട്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ വായന. ശരിയാണ്, കുറെ വരകളും വളവുകളും. അതെ, അത് ചേർന്ന് അക്ഷരങ്ങളാകുന്നു, വാക്കുകളാകുന്നു, അതിനൊരർത്ഥം വരുന്നു. ഇതൊക്കെ ഈ പാറ്റേൺ റെക്കഗ്നിഷന്റെ ഭാഗമാണ്. നമ്മൾ അറിയാതെ ചെയ്യുന്ന എത്ര സങ്കീർണമായ പ്രോസസ് അല്ലേ? തീർച്ചയായും. ഇനി ഇത്രയധികം വിവരങ്ങൾ ചുറ്റുമുള്ളപ്പോൾ നമുക്ക് വേണ്ടതിൽ മാത്രം ശ്രദ്ധ കൊടുക്കുന്നതോ? അതാണല്ലോ അറ്റൻഷൻ. അതെ, അറ്റൻഷൻ. ഒരുപാട് വിവരങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് തെരഞ്ഞെടുത്ത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ്. ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കിയാല് ചിലപ്പോ നമ്മൾ പറയില്ലേ ഓവർലോഡഡ് ആയി എന്ന്. ഒരു സമ്മർദ്ദം വരും. നമ്മുടെ ശ്രദ്ധയ്ക്കും ഒരു പരിധിയുണ്ട്. ശരിയാണ്. ഈ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ഒരു ബോധം, അതാണോ കോൺഷ്യസ്നെസ്? അതെ, കോൺഷ്യസ്നെസ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവബോധം. അത് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ചാവാം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ചിന്തകളെക്കുറിച്ചാവാം. ഒരു ഉദാഹരണം പറഞ്ഞാലേ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം നോക്കുന്നു, അയ്യോ സമയം പോയല്ലോ, വേഗം തീർക്കണം എന്ന് ചിന്തിക്കുന്നു. അതൊക്കെ കോൺഷ്യസ് ആണോ? അതെ, അതൊക്കെ ബോധപൂർവമായ അനുഭവങ്ങളാണ്. ഈ കോൺഷ്യസ്നെസ് ശരിക്കും മനഃശാസ്ത്രത്തിലെ വലിയൊരു ഒരു പ്രഹേളികയാണ്. ഇനി ഓർമ്മയുടെ കാര്യം, മെമ്മറി, ഇത് മറ്റുള്ളവയുമായി നല്ല ബന്ധമുണ്ടല്ലോ. തീർച്ചയായും. പെർസെപ്ഷൻ, അറ്റൻഷൻ, ഇതിലൂടെയൊക്കെ കിട്ടുന്ന വിവരങ്ങൾ ഓർമ്മയിലേക്ക് പോകുന്നു. പിന്നെ ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി. LTM, ലോങ് ടേം മെമ്മറി. നമ്മുടെ അറിവുകളൊക്കെ അവിടെയാണോ? ഈ ഭാഷയൊക്കെ ഓർത്തുവെക്കുന്നത് പോലെ. അതെ, LTMൽ നിന്നാണ് നമുക്ക് സ്ഥിരമായ അറിവുകൾ കിട്ടുന്നത്. ഭാഷാ പരിജ്ഞാനം അതിനൊരു നല്ല ഉദാഹരണമാണ്. ഈ അറിവ് എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിൽ ഒരു സിംബൽ പോലെയോ മറ്റോ ആണോ സൂക്ഷിക്കുന്നത്? അതാണ് റെപ്രസെന്റേഷൻ ഓഫ് നോളജ്. അതെ, അറിവ് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ചിഹ്നവൽക്കരിക്കപ്പെടുന്നത്, സിംബലൈസ്ഡ് എങ്ങനെയാണ് സൂക്ഷിക്കപ്പെടുന്നത് എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. പൂച്ച എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലുള്ളതും നിങ്ങളുടെ മനസ്സിലുള്ളതും ചിലപ്പോൾ വ്യത്യാസമുണ്ടാകാം. ഓരോരുത്തരുടെയും കൺസെപ്ച്വൽ റെപ്രസെന്റേഷൻ വ്യത്യസ്തമായിരിക്കാം. പക്ഷേ നമുക്ക് സംസാരിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിൽ സാമ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആശയവിനിമയം നടക്കുന്നത്. ഇത് ഭാഷയുമായി നേരിട്ട് ബന്ധമുള്ള ഒന്നാണ്. അപ്പോൾ മനസ്സിലെ ചിത്രങ്ങൾ, അതായത് ഇമാജറി എന്ന് പറയുന്നത് ഈ റെപ്രസെന്റേഷന്റെ ഭാഗമാണോ? ആണ്. അറിവിന്റെ ആന്തരിക പ്രതിനിധാനങ്ങളെക്കുറിച്ചുള്ള ഇന്റേണൽ റെപ്രസെന്റേഷൻസിനുള്ള പഠനമാണിത്. നമ്മളൊരു സ്ഥലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലൊരു ചിത്രം വരില്ലേ, ഒരു കോഗ്നിറ്റീവ് മാപ്പ് പോലെ. അതാണ് ഇമാജറി. ഓക്കെ. ഇനി ലാംഗ്വേജ്, ഭാഷ, ഇത് അറിവ് നേടാനും പ്രകടിപ്പിക്കാനുമുള്ള പ്രധാന ടൂളാണല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട ടൂളെന്ന് തന്നെ പറയാം. ഭാഷയുടെ ഉപയോഗം, അതായത് ലാംഗ്വേജ് പ്രോസസ്സിംഗ്, കുട്ടികളിൽ ഭാഷ വികസിക്കുന്നത്, ഇതൊക്കെ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഇത് പെർസെപ്ഷനെ വരെ സ്വാധീനിക്കും. നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മുടെ ചിന്താരീതികളും മാറുമല്ലോ. കുട്ടിക്കാലത്തെ പോലെയല്ലല്ലോ നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. അതാണോ ഡെവലപ്മെന്റൽ സൈക്കോളജി? അതെ, പ്രായത്തിനനുസരിച്ച് ഈ കോഗ്നിറ്റീവ് ഘടനകൾ എങ്ങനെ വികസിക്കുന്നു, എങ്ങനെ മാറുന്നു എന്ന് പഠിക്കുന്ന ശാഖയാണിത്. ജനനം മുതൽ മരണം വരെയുള്ള മാറ്റങ്ങൾ ഇതിൽ വരും. ശരി. ഇനി ചിന്ത, തിങ്കിങ് ആൻഡ് കോൺസെപ്റ്റ് ഫോർമേഷൻ. തിങ്കിങ് നമ്മുടെ കയ്യിലുള്ള വിവരങ്ങളെ ഉപയോഗിച്ച് അതിനെ മാറ്റിമറിച്ച് പുതിയ ചില മാനസിക പ്രതിനിധാനങ്ങൾ,
മെന്റൽ റെപ്രസെന്റേഷൻ ഉണ്ടാക്കുന്ന പ്രക്രിയ. പുതിയ ഐഡിയകൾ ഉണ്ടാക്കുന്നത് പോലെ. അതെ, അതുപോലെ ആശയങ്ങൾ രൂപീകരിക്കുന്നത്, കോൺസെപ്റ്റ് ഫോർമേഷൻ. ഇത് വിവരങ്ങളെ തരംതിരിക്കാനും മനസ്സിലാക്കാനും സഹായിക്കും. പ്രശ്നപരിഹാരം, തീരുമാനമെടുക്കൽ ഒക്കെ ഇതിന്റെ ഭാഗമാണ്. അവസാനമായിട്ട് ഹ്യൂമൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI, ഇത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യുന്നതാണോ? അതെ, മനുഷ്യന്റെ ബുദ്ധിശക്തി, അതായത് അറിവ് നേടാനും ഉപയോഗിക്കാനുമുള്ള കഴിവ്, അതും കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന രീതിയും തമ്മിൽ താരതമ്യം ചെയ്യുക. ഒരു റോബോട്ടിന് മനുഷ്യനെ പോലെ പെരുമാറാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. അതൊക്കെ ഈ മേഖലയിൽ വരും. AI പഠനങ്ങൾ പലപ്പോഴും മനുഷ്യന്റെ ബുദ്ധി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് പുതിയ അറിവുകൾ തരുന്നുണ്ട്. അപ്പോൾ ഈ 12 മേഖലകൾ നമ്മൾ ചുരുക്കത്തിലൊന്നും നോക്കി. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതൊന്നും ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല എന്നതാണ് പ്രധാനം, അല്ലേ? തീർച്ചയായും, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ഭാഷ, ലാംഗ്വേജ് മനസ്സിലാകണമെങ്കിൽ ഓർമ്മ വേണം, പാറ്റേൺ റെക്കഗ്നിഷൻ വേണം, അറ്റൻഷൻ വേണം. ശരിയാണ്. ശ്രദ്ധ, അറ്റൻഷൻ ഇല്ലെങ്കിൽ കേൾക്കുന്നത് ഗ്രഹിക്കാൻ പോലും പറ്റില്ല. അതെ, എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തായിരിക്കും? ഒരുപക്ഷെ നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, എങ്ങനെ ഓർക്കുന്നു, പഠിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ എങ്ങനെ പരിഹരിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ഉൾക്കാഴ്ച കിട്ടാൻ ഇത് സഹായിക്കും. നമ്മുടെയൊക്കെ ദൈനംദിന മാനസിക അനുഭവങ്ങൾ, ശ്രദ്ധ, ഓർമ്മ, ഭാഷ ഉപയോഗിക്കുന്നത്, ഇതിനെയൊക്കെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഇത് ഉപകരിക്കും. ഇതിനെ ഒരു വലിയ ചിത്രമായിട്ട് കണ്ടാൽ എങ്ങനെയിരിക്കും? ഇതിനെ ഒരു വലിയ ചിത്രമായി ബന്ധിപ്പിച്ചാൽ, ഈ കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് മനസ്സിനെക്കുറിച്ചുള്ള പഠനം മാത്രമല്ല. ഇത് ന്യൂറോ സയൻസ്, ഭാഷാശാസ്ത്രം, കമ്പ്യൂട്ടർ സയൻസ്, തത്വചിന്ത, ഫിലോസഫി, ഇതുമായൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയൊരു ഏരിയയാണ്. അതെ അതെ. നമ്മുടെയൊക്കെ മാനസിക ലോകം ഭയങ്കര സങ്കീർണമാണല്ലോ. അപ്പോ അത് മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള പല ഭാഗത്തു നിന്നുള്ള അറിവുകൾ, ഒരു വൈവിധ്യമാർന്ന സമീപനം അത്യാവശ്യമാണ്. ശരിയാണ്. അപ്പോൾ കൊഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഈ 12 പ്രധാന ഗവേഷണ മേഖലകളിലൂടെ നമ്മളൊരു ചെറിയ യാത്ര നടത്തി. ഓരോന്നും നമ്മുടെ മനസ്സിന്റെ ഓരോ പ്രവർത്തനങ്ങളെയാണ് നമുക്ക് കാണിച്ചു തന്നത്. ഇത് ശരിക്കും ഒരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കി വെക്കുന്നുണ്ട്. ഈ പല പല മേഖലകളും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചാണ് നമ്മുടെ ബോധവും ചിന്തയും ഒക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ, ഇതിനെയെല്ലാം പൂർണ്ണമായി വിശദീകരിക്കുന്ന ഒരൊറ്റ തിയറി, ഒരു യൂണിഫൈഡ് തിയറി ഉണ്ടാക്കാൻ പറ്റുമോ? അതൊരു വലിയ ചോദ്യം തന്നെ. അതോ നമ്മുടെ മനസ്സെന്നത് എപ്പോഴും ഇങ്ങനെ പല ഭാഗങ്ങളായി, ഒരു സങ്കീർണമായ കൂട്ടായ്മയായി പൂർണ്ണമായി പിടികൊടുക്കാതെ നിൽക്കുന്ന ഒന്നാണോ? ഇത് നിങ്ങൾക്ക് തുടർന്നും ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ താല്പര്യത്തിന് വളരെ നന്ദി. വീണ്ടും കാണാം. നന്ദി. സ്വാഗതം. ഇന്ന് നമ്മൾ ജ്ഞാന മനഃശാസ്ത്രം, അതായത് കോഗ്നിറ്റീവ് സൈക്കോളജി, അതിന്റെ ചരിത്രത്തിലേക്ക് ഒരു ആഴ്ന്നിറങ്ങലാണ്. നമ്മുടെ കയ്യിലുള്ള ചില പഠനങ്ങളെ അടിസ്ഥാനമാക്കി ഈ ചിന്തയെക്കുറിച്ചുള്ള ചിന്തകൾ അതെങ്ങനെയാണ് കാലക്രമേണ രൂപപ്പെട്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എവിടെ തുടങ്ങും? ഏറ്റവും അടിസ്ഥാന ചോദ്യം അല്ലേ? അറിവ്, നോളജ്, അതെവിടെ നിന്നാണ് വരുന്നത്? പണ്ടു മുതലേ ഇതിന് ഏതാണ്ട് 2 ഉത്തരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതെ, ശരിയാണ്. പ്രധാനമായും 2 ചിന്താഗതികൾ. ഒന്ന് എംപിറിസിസം, അതായത് അനുഭവ സിദ്ധാന്തം. നമ്മുടെ അറിവെല്ലാം വരുന്നത് നമ്മുടെ ഇന്ദ്രിയാനുഭവങ്ങളിൽ നിന്നാണ് എന്ന് പറയുന്നവർ. മറ്റേത് നേറ്റിവിസം, സ്വഭാവ സിദ്ധാന്തം. ചില അറിവുകൾ നമുക്ക് ജന്മനാ കിട്ടുന്നതാണ്, തലച്ചോറിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ. ഈ 2 ആശയങ്ങളും തമ്മിലൊരു സംവാദം പോലെ അന്നും ഇന്നുമുണ്ട്. ശരിയാണ്. ആദ്യകാലത്ത് പിന്നെ ചിന്തയുടെ അല്ലെങ്കിൽ ഓർമ്മയുടെയോ ഒക്കെ ഇരിപ്പിടം എവിടെയാണ് എന്നതിലും തർക്കമുണ്ടായിരുന്നല്ലോ. ഹൃദയമാണോ തലച്ചോറാണോ? തീർച്ചയായും. ഒരുപാട് കാലം അതൊരു വലിയ ചോദ്യമായിരുന്നു. പുരാതന ഈജിപ്ഷ്യൻ ലിഖിതങ്ങളിലൊക്കെ കാണുന്നത് ഹൃദയത്തിനാണ് പ്രാധാന്യം. ഓഹോ. അരിസ്റ്റോട്ടിലും അത് വിശ്വസിച്ചു. പക്ഷെ പ്ലേറ്റോ പറഞ്ഞത് അല്ല, തലച്ചോറാണ് ഈ പറയുന്ന അറിവിന്റെയും ചിന്തയുടെയും ഒക്കെ കേന്ദ്രമെന്ന്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചോദ്യത്തിന് ഇന്നും ഒരു പൂർണ്ണമായ ഉത്തരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ശാസ്ത്രം ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
അത് ശരി. അപ്പോ നവോത്ഥാന കാലഘട്ടം, റെനൈൻസൻസ് ഒക്കെ ആയപ്പോഴേക്കും ചിന്തകർ പൊതുവെ തലച്ചോറാണ് കേന്ദ്രം എന്ന് ഏതാണ്ട് അംഗീകരിച്ചു തുടങ്ങി. അറിവ് വരുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ, മുണ്ടുസ് സെൻസിബിലിസ് എന്നവർ പറഞ്ഞു. സ്പർശനം, രുചി, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഒരുപക്ഷെ എന്താ പറയാ, ദൈവികമായ സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കാം, മുണ്ടുസ് ഇന്റലക്ച്വാലിസ് എന്നൊക്കെ അവർ കരുതി. അതെ, ഇതിൽ നിന്നാണ് പിന്നീട് ബ്രിട്ടീഷ് അനുഭവവാദികൾ, ബ്രിട്ടീഷ് എംപിരിസിസ്റ്റ്സ് ഒരുപടി കൂടി കടന്നു ചിന്തിച്ചത്. ജോർജ് ബർക്ക്ലി, ഡേവിഡ് ഹ്യൂം, മിൽ, അച്ഛനും മോനും ഒക്കെ. അവരൊക്കെ ഈ ആന്തരിക പ്രാതിനിധ്യം, ഇന്റേണൽ റെപ്രസെന്റേഷൻ എന്ന ആശയത്തെക്കുറിച്ച് സംസാരിച്ചു. അതായത് പുറത്തുള്ള ലോകത്തെ നമ്മുടെ മനസ്സ് ഉള്ളിൽ എങ്ങനെയാണ് കാണുന്നത് അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അവർ പറഞ്ഞു, ഇത് ഏതാണ്ട് 3 തരത്തിലുണ്ട്. ഒന്ന്, നമ്മൾ നേരിട്ട് ഇന്ദ്രിയങ്ങളിലൂടെ അറിയുന്നത്, നേരിട്ടുള്ള അനുഭവം. അതെ. 2, അതിൻ്റെ ഒരു മങ്ങിയ കോപ്പി നമ്മുടെ ഓർമ്മയിലുള്ളത്, ഓർമ്മ. മൂന്നാമത്തേത്, ഈ ഓർമ്മകളെ നമ്മൾ പല രീതിയിൽ മാറ്റിയും മറിച്ചും ഉപയോഗിക്കുന്നത്, അതാണ് ചിന്തകൾ. ഇത് ഇന്നത്തെ പല കോഗ്നിറ്റീവ് സൈക്കോളജി ഗവേഷണങ്ങൾക്കും ഒരു അടിസ്ഥാനമിട്ടു എന്ന് തന്നെ പറയാം. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ കാര്യങ്ങൾ കുറച്ചുകൂടി മാറി. മനഃശാസ്ത്രം തത്വചിന്തയിൽ നിന്ന് വേർപെട്ട് സ്വന്തമായിട്ട് പരീക്ഷണങ്ങളിലൂടെയൊക്കെ പഠിക്കാൻ തുടങ്ങി. ഗുസ്താവ് ഫെക്നർ, വിൽഹം വൂണ്ട്, വില്യം ജെയിംസ്, അങ്ങനെയുള്ളവർ. അതെ, ഊഹാപോഹങ്ങൾക്ക് പകരം പരീക്ഷണങ്ങൾ വേണം എന്നൊരു ചിന്ത വന്നു. ഇവിടെ 2 പ്രധാനപ്പെട്ട ചിന്താധാരകൾ രൂപപ്പെട്ടു. ഒന്ന്, മനസ്സിന്റെ ഘടനയ്ക്ക്, സ്ട്രക്ചറിന് പ്രാധാന്യം കൊടുത്തവർ, വൂണ്ടിനെ പോലുള്ളവർ. ഘടന, സ്ട്രക്ചർ, അതായത് ചിന്തയുടെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെ, ഒരു കെട്ടിടത്തിന്റെ ഇഷ്ടികകൾ പോലെ. മറ്റേ കൂട്ടർ, ബ്രണ്ടാനോയെ പോലുള്ളവർ, പ്രക്രിയകൾക്ക്, പ്രോസസ്സിനാണ് ഊന്നൽ നൽകിയത്. ചിന്തിക്കുന്ന ആ പ്രോസസ്. അതെ, എങ്ങനെയാണ് ഓർക്കുന്നത്, എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ആ പ്രക്രിയയ്ക്കാണ് അവർ പ്രാധാന്യം കൊടുത്തത്. ഇതില് അമേരിക്കൻ മനഃശാസ്ത്രത്തില് വില്യം ജെയിംസിന്റെ പങ്ക് നമ്മൾ എടുത്തു പറയേണ്ടതാണല്ലേ? തീർച്ചയായും വില്യം ജെയിംസ് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അമേരിക്കയിലെ ആദ്യത്തെ സൈക്കോളജി ലാബ് സ്ഥാപിച്ചത് അദ്ദേഹമാണ്. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്നൊരു വലിയ പുസ്തകം എഴുതി. അത് ഇന്നും ക്ലാസിക്കാണ്. ഓർമ്മയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഈ സ്ട്രക്ചറിനും പ്രോസസ്സിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഒരു മാതൃകയുണ്ടാക്കി. അതേസമയം തന്നെയാണോ ഈ ഡോണ്ടേഴ്സും കാറ്റലുമൊക്കെ റിയാക്ഷൻ ടൈം പരീക്ഷണങ്ങൾ നടത്തിയത്? ഏകദേശം അതേ കാലഘട്ടത്തിൽ FC ഡോണ്ടേഴ്സ്, ജെയിംസ് കാറ്റൽ എന്നിവർ ഒരു ചിന്താ പ്രക്രിയയ്ക്ക് എത്ര സമയമെടുക്കും എന്ന് അളക്കാൻ ശ്രമിച്ചു. ഈ റിയാക്ഷൻ ടൈം എക്സ്പെരിമെന്റ്സ് ഒരു അരനൂറ്റാണ്ട് കഴിഞ്ഞു വരാനിരുന്ന കോഗ്നിറ്റീവ് സൈക്കോളജിയെ മുൻകൂട്ടി കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഒരു വലിയ മാറ്റം വന്നു. വ്യവഹാരവാദം, ബിഹേവിയറിസം. അവർ ഈ പറഞ്ഞ മാനസിക പ്രക്രിയകളെയൊക്കെ ഏതാണ്ട് തഴഞ്ഞില്ലേ? ശരിയാണ്, അതൊരു വലിയ ഷിഫ്റ്റ് ആയിരുന്നു. ബിഹേവിയറിസം ശ്രദ്ധിച്ചത് പുറമേ കാണാൻ പറ്റുന്ന കാര്യങ്ങളിൽ മാത്രമാണ്. ചോദന, പ്രതികരണം, സ്റ്റിമുലസ് റെസ്പോൺസ് അഥവാ SR ബന്ധങ്ങൾ. SR സൈക്കോളജി. അതെ, ശ്രദ്ധ, ഓർമ്മ, ചിന്ത പോലുള്ള ഉള്ളിലുള്ള കാര്യങ്ങളെ അവർക്ക് താല്പര്യമില്ലായിരുന്നു. അതൊരു ബ്ലാക്ക് ബോക്സ് ആണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ വെറും ഇന്റർവീനിങ് വേരിയബിൾസ്, ഇടനിലക്കാർ മാത്രം. പക്ഷെ ആ കാലത്തും ഇതിനെ ചോദ്യം ചെയ്ത ചില പഠനങ്ങളുണ്ടായി. അതാണ് ടോൾമാനും ബാർട്ട്ലെറ്റുമൊക്കെ. വളരെ പ്രധാനപ്പെട്ട 2 പേരാണവർ. എഡ്വേർഡ് ടോൾമാൻ 1932 എലികളിൽ പഠനം നടത്തി. അദ്ദേഹം കണ്ടുപിടിച്ചത് എലികൾ വെറുതെ SR ബന്ധങ്ങൾ പഠിക്കുകയല്ല, മറിച്ച് അവ പോകുന്ന വഴിയുടെ ഒരു ചിത്രം, ഒരു ലേഔട്ട് മനസ്സിലുണ്ടാക്കുന്നുണ്ട് എന്നാണ്. ഓഹോ. ഇതിനെയാണ് അദ്ദേഹം കോഗ്നിറ്റീവ് മാപ്പ് എന്ന് വിളിച്ചത്. ഇത് ബിഹേവിയറിസത്തിന് ഒരു വെല്ലുവിളിയായിരുന്നു. ശരിയാണ്. അതുപോലെ സർ ഫ്രെഡറിക് ബാർട്ട്ലെറ്റ്, അദ്ദേഹവും 1932 ഓർമ്മയെക്കുറിച്ച് പഠിക്കുമ്പോൾ പറഞ്ഞു, ഈ അർത്ഥമില്ലാത്ത വാക്കുകൾ വെച്ച് ഓർമ്മയെ പഠിക്കുന്നതിൽ കാര്യമില്ല. സ്വാഭാവികമായ സാഹചര്യങ്ങളിൽ കഥകൾ പോലെയുള്ള അർത്ഥവത്തായ കാര്യങ്ങൾ ഉപയോഗിക്കണം. അതെ, അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു പ്രധാന ആശയമാണ് സ്കീമ. ശരി, അതായത് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചോ അനുഭവത്തെക്കുറിച്ചോ നമ്മുടെ മനസ്സിലുള്ള ഒരു രൂപരേഖ, ഒരു ചട്ടക്കൂട്. നമ്മളൊരു അനുഭവം ഓർത്തെടുക്കുമ്പോൾ അതിലെ പ്രധാന കാര്യങ്ങൾ, ആ സാരാംശം ഓർത്തെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ സ്കീമ. ഇത് ഇന്നത്തെ ഓർമ്മ സിദ്ധാന്തങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് വീണ്ടും കാര്യങ്ങൾ മാറുന്നത്.
1950കളിലേക്ക് വരുമ്പോൾ ഒരു നവജ്ഞാന വിപ്ലവം എന്ന് പറയാവുന്ന ഒന്ന് നടക്കുന്നു. നിയോ കോഗ്നിറ്റീവ് റെവല്യൂഷൻ. എന്തൊക്കെയായിരുന്നു അതിന് പിന്നിലെ കാരണങ്ങൾ? വീണ്ടും ഈ മാനസിക പ്രക്രിയകളിലേക്ക് ശ്രദ്ധ വരാൻ പല ഘടകങ്ങളോ ഒരുമിച്ച് വന്നു എന്ന് പറയാം. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ വ്യവഹാരവാദത്തിന് ചില പരിമിതികളുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഭാഷ പോലെയുള്ള സങ്കീർണമായ മനുഷ്യ വ്യവഹാരങ്ങളെ വിശദീകരിക്കാൻ അവർക്ക് പറ്റിയില്ല. ഭാഷാ പഠനമൊക്കെ. അതെ. 2, ആശയവിനിമയ സിദ്ധാന്തം, കമ്മ്യൂണിക്കേഷൻ തിയറി വളർന്നു വന്നു. വിവരങ്ങൾ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു, കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ. 3, ആധുനിക ഭാഷാശാസ്ത്രം, മോഡേൺ ലിംഗ്വിസ്റ്റിക്സ്, നോം ചോംസ്കിയെ പോലുള്ളവരുടെ സംഭാവനകൾ. ചോംസ്കി. 4, ഓർമ്മയെക്കുറിച്ചുള്ള പുതിയ ഗവേഷണങ്ങൾ, മെമ്മറി റിസർച്ചിലെ പുരോഗതി. 5, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, കമ്പ്യൂട്ടർ സയൻസിന്റെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും AI-യുടെ വളർച്ച. കമ്പ്യൂട്ടറുകൾ വന്നത്. അതെ. അത് മനസ്സിനെ ഒരു ഇൻഫർമേഷൻ പ്രോസസ്സറായിട്ട്, ഒരു കമ്പ്യൂട്ടർ പോലെ കാണാൻ പ്രേരിപ്പിച്ചു. ഇൻപുട്ട്, പ്രോസസ്സിംഗ്, ഔട്ട്പുട്ട് എന്ന രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. 6, വികാസ മനഃശാസ്ത്രത്തിലെ കണ്ടെത്തലുകൾ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഉദാഹരണത്തിന് പിയാഷെ കുട്ടികളുടെ ചിന്താശേഷി എങ്ങനെ വികസിക്കുന്നു എന്ന് പഠിച്ചത്. ഇതെല്ലാം കൂടിച്ചേർന്നപ്പോൾ ഈ ബ്ലാക്ക് ബോക്സ് തുറന്നു പരിശോധിക്കാനുള്ളൊരു താൽപ്പര്യം ഗവേഷകർക്ക് വീണ്ടും ഉണ്ടായി. ശരി. അപ്പോ ഇവിടെ ഒരു അടിസ്ഥാനപരമായ ചോദ്യം വീണ്ടും വരുന്നുണ്ട്. നമ്മുടെ ഉള്ളിലെ ലോകത്തിന്റെ ചിത്രം, ഈ ഇന്റേണൽ റെപ്രസെന്റേഷൻ, അത് പുറത്തുനിന്നുള്ള ലോകത്തിന്റെ ഒരു തനി പകർപ്പാണോ, ഐസോമോർഫിക് ആണോ? അല്ല എന്നാണ് നിലവിലെ തെളിവുകൾ സൂചിപ്പിക്കുന്നത്. അല്ല. ടോൾമാന്റെ കോഗ്നിറ്റീവ് മാപ്പും ബാർട്ട്ലെറ്റിന്റെ സ്കീമയൊക്കെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്, നമ്മൾ ഇന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അതേപടി സ്റ്റോർ ചെയ്യുകയല്ല, മറിച്ച് അതിനെ സംഗ്രഹിച്ച് ഒരു ആബ്സ്ട്രാക്ട് റെപ്രസെന്റേഷൻ ആയിട്ടാണ് സൂക്ഷിക്കുന്നത്. ഒരു സംഗ്രഹ രൂപത്തിൽ. അതെ. നാഡീവ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനങ്ങൾ നോക്കിയാലും ഇത് ശരിയാണ്. പുറത്തുനിന്നുള്ളൊരു കാഴ്ചയോ ശബ്ദമോ നമ്മുടെ തലച്ചോറിൽ എത്തുന്നത് ഒരു ന്യൂറോ കെമിക്കൽ കോഡ് ആയിട്ടാണ്. അപ്പോൾ അറിവ് തീർച്ചയായും ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കുന്നുണ്ട്, പക്ഷേ അത് തലച്ചോറിനുള്ളിൽ എത്തുമ്പോൾ അതിന് മാറ്റങ്ങൾ വരുന്നുണ്ട്, അത് പുനർനിർമ്മിക്കപ്പെടുന്നുണ്ട്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ പുരാതന തത്വചിന്തയിൽ തുടങ്ങി ഈജിപ്ഷ്യൻസും ഗ്രീക്ക് ചിന്തകരും തൊട്ട് നവോത്ഥാനം, അനുഭവവാദം, ഘടനാവാദം, വ്യവഹാരവാദം, പിന്നെ കമ്പ്യൂട്ടർ സയൻസിന്റെ വരവ്, അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ഒരു വലിയ യാത്രയുടെ പ്രധാന പോയിന്റുകളാണ് നമ്മൾ ഇന്ന് നോക്കിയത്. ജ്ഞാന മനഃശാസ്ത്രത്തിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലുകൾ. അതെ. അപ്പോൾ നിങ്ങൾക്കായി ഒരു ചിന്ത ഇവിടെ ബാക്കി വെക്കാം. നമ്മുടെ ഈ ആന്തരിക ലോകം, നമ്മുടെ മാനസിക ലോകം, അത് യാഥാർത്ഥ്യത്തിന്റെ ഒരു തനി പകർപ്പല്ലെങ്കിൽ, നമ്മൾ ഓരോരുത്തരും ഒരു തരത്തിൽ നിർമ്മിച്ചെടുക്കുന്ന ഈ ലോകം, അത് യഥാർത്ഥ ലോകത്തെ നമ്മൾ മനസ്സിലാക്കുന്നതിനെയും അതുമായി ഇടപഴകുന്നതിനെയും എത്രത്തോളം വ്യത്യസ്തമായിട്ടായിരിക്കും സ്വാധീനിക്കുന്നുണ്ടാവുക? ഇതൊരു തുടർന്ന് ആലോചിക്കാവുന്നൊരു വിഷയമാണ്. നമസ്കാരം. ഇന്ന് നമ്മൾ കോഗ്നിറ്റീവ് സൈക്കോളജി, അതായത് നമ്മുടെയൊക്കെ ചിന്താ പ്രക്രിയകളെക്കുറിച്ചുള്ള പഠനമില്ലേ, അതിലെ ചില വലിയ ചോദ്യങ്ങളും പിന്നെ അടിസ്ഥാനപരമായ ചില ആശയങ്ങളും ഒക്കെയാണ് നോക്കാൻ പോകുന്നത്. അതെ. നിങ്ങളുടെ കയ്യിലുള്ള ഈ പഠന സഹായിയിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും നോക്കുന്നത്. ശരിയാണ്. മനസ്സിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഗവേഷകർ എപ്പോഴും നേരിടുന്ന ചില പ്രധാന തർക്കങ്ങളുണ്ട്. അതേപോലെ ഈ പഠനശാഖയുടെ ഒരു അടിത്തറയായിട്ടുള്ള ചില ചിന്തകളും, ഇതൊക്കെ മനസ്സിലാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. തീർച്ചയായും. അതായത് ഈ മേഖലയെ രൂപപ്പെടുത്തുന്ന ചില പ്രധാന സംവാദങ്ങളുണ്ട്, കീ ഇഷ്യൂസ് എന്ന് പറയില്ലേ? കീ ഇഷ്യൂസ്. അവ വെറും അക്കാദമിക് തർക്കങ്ങൾ മാത്രമല്ല, നമ്മുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റാൻ കഴിവുള്ളവയാണ്. അപ്പോ ഈ സംവാദങ്ങൾ മനസ്സിലാക്കുന്നത്, കിട്ടുന്ന പുതിയ വിവരങ്ങളില്ലേ, അതിനെയൊക്കെ ശരിയായി വിലയിരുത്താൻ നിങ്ങളെ സഹായിക്കും. അതെ. അപ്പോ നമുക്ക് ആദ്യം ഈ പറയുന്ന 7 പ്രധാന തർക്ക വിഷയങ്ങൾ, കീ ഇഷ്യൂസ് ഇൻ ദ സ്റ്റഡി ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി നോക്കാം. ഇവയെല്ലാം ശരിക്കും പറഞ്ഞാൽ 2 വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആശയങ്ങളാണ്. ഒന്നാമത്തേത് ഒരുപക്ഷെ എല്ലാവർക്കും അറിയുന്ന ഒന്നായിരിക്കും, നേച്ചർ വേഴ്സസ് നർച്ചർ. നമ്മുടെ കഴിവുകളും ചിന്താരീതിയും ഒക്കെ ജന്മനാ കിട്ടുന്നതാണോ നേച്ചർ, അതോ നമ്മൾ വളർന്നു വന്ന ചുറ്റുപാടുകളിൽ നിന്നും പഠിച്ചെടുക്കുന്നതാണോ നർച്ചർ? ഇത് മനഃശാസ്ത്രത്തിലെ ഒരു ക്ലാസിക് ചോദ്യം തന്നെയാണ്, എപ്പോഴും ചർച്ചയുള്ള വിഷയം. ശരിയാണ്. ഉദാഹരണത്തിന് നമ്മൾ ഭാഷ പഠിക്കുന്നത് എങ്ങനെയാ? ചിലർ പറയും നമുക്ക് ജന്മനാ അതിനുള്ള ഒരു കഴിവുണ്ട്,
തലച്ചോറിൽ അതിൻ്റെ ഒരു ഘടനയുണ്ട്, നേച്ചർ. ഉം, മറ്റു ചിലർ പറയും, അല്ല, നമ്മൾ ചുറ്റുമുള്ളവർ പറയുന്നത് കേട്ടും അനുകരിച്ചുമാണ് ഭാഷ പഠിക്കുന്നത്, നേച്ചർ. ഓ സത്യം പറഞ്ഞാൽ മിക്കവാറും കാര്യങ്ങൾ, കഴിവുകൾ, ഇവ രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിരിക്കും. ശരി ശരി. അപ്പൊ രണ്ടും പ്രധാനമാണ്. അതെ. അടുത്തത് റാഷണലിസം വേഴ്സസ് എംപിരിസിസം. അറിവ് നേടാൻ ഏറ്റവും നല്ല വഴി നമ്മുടെ യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുന്നതാണോ റാഷണലിസം, അതോ നമ്മുടെ അനുഭവങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയുമാണോ എംപിരിസിസം? ഇത് അറിവ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു തർക്കമാണ്. പണ്ടത്തെ ഫിലോസഫേഴ്സൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുള്ള വിഷയമാണിത്. കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ നമ്മൾ എന്താ ചെയ്യാറ്? നമ്മൾ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കും, റാഷണലിസം, എന്നിട്ട് പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും എംപിരിസിസം, അത് ശരിയാണോ എന്ന് നോക്കും. ഓക്കെ. അപ്പൊ രണ്ടും വേണം. അപ്പൊ സിദ്ധാന്തവും വേണം, പരീക്ഷണവും വേണം, രണ്ടും ഒരുമിച്ച് പോകണം. അതെ. ഇനി മൂന്നാമത്തെ വിഷയം, സ്ട്രക്ചേഴ്സ് വേഴ്സസ് പ്രോസസ്സസ്. നമ്മൾ പഠിക്കേണ്ടത് മനസ്സിന്റെ ഘടനയെക്കുറിച്ചാണോ, അതിന്റെ ഭാഗങ്ങൾ, സ്ട്രക്ചേഴ്സ്, അതിനെക്കുറിച്ചാണോ, അതോ ആ ഭാഗങ്ങളൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു, ചിന്താ പ്രക്രിയകൾ, പ്രോസസ്സസ് എങ്ങനെ നടക്കുന്നു എന്നതിനെക്കുറിച്ചാണോ? നല്ല ചോദ്യമാണ്. ഇപ്പോ ഓർമ്മയുടെ കാര്യം എടുക്കാം. ശരി. ഷോർട്ട് ടൈം മെമ്മറി, ലോങ് ടേം മെമ്മറി എന്നൊക്കെ പറയുന്നത് അതിന്റെ ഘടനയാണ്, സ്ട്രക്ചേഴ്സ്. എന്നാൽ ഒരു വിവരം എങ്ങനെയാണ് ഓർമ്മയിലേക്ക് മാറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് തിരിച്ചു ഓർത്തെടുക്കുന്നത് എന്നൊക്കെ പറയുന്നത് പ്രക്രിയയാണ്, പ്രോസസ്. ഓക്കെ. അപ്പോ ഏതാണ് കൂടുതൽ പ്രധാനം എന്നതിനേക്കാൾ ഇവ രണ്ടും എങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിലാണ് കാര്യം. അപ്പോ ഘടനയും പ്രധാനമാണ്, പ്രക്രിയകളും പ്രധാനമാണ്. അതെ. അടുത്തത് ഡൊമെയിൻ ജനറാലിറ്റി വേഴ്സസ് ഡൊമെയിൻ സ്പെസിഫിസിറ്റി. നമ്മുടെ മാനസിക കഴിവുകളില്ലേ, ഉദാഹരണത്തിന് ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ്, അത് എല്ലാ കാര്യങ്ങളിലും ഒരുപോലെയാണോ ഡൊമെയിൻ ജനറാലിറ്റി, അതോ ഓരോ പ്രത്യേക വിഷയത്തിനും, ഇപ്പോ കണക്ക്, ഭാഷ, അല്ലെങ്കിൽ ആളുകളുമായി ഇടപഴകുന്നത്, അതിനൊക്കെ അതിൻ്റെതായ പ്രത്യേക കഴിവുകൾ വേണോ ഡൊമെയിൻ സ്പെസിഫിസിറ്റി? ഇത് ശരിക്കും നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. അതെ. ചിലപ്പോ നിങ്ങൾ കണക്കിൽ നല്ല മിടുക്കനായിരിക്കും, പക്ഷേ പുതിയ ആളുകളോട് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം. ശരിയാണ്. അപ്പോ അത് സൂചിപ്പിക്കുന്നത് ചില കഴിവുകൾ ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം ഒതുങ്ങുന്നു എന്നാണ്. എന്നാൽ ചില പൊതുവായ ചിന്താരീതികളുണ്ട്, ഡൊമെയിൻ ജനറൽ, അത് ചിലപ്പോൾ പല വിഷയങ്ങളിലും ഉപയോഗിക്കാൻ പറ്റിയെന്നും വരും. ഓക്കെ. അപ്പൊ അതും ഒരു തർക്കവിഷയമാണ്. അതെ. ഇനി അടുത്തത്, ഇത് ഗവേഷണ രീതികളുമായി ബന്ധപ്പെട്ട ഒന്നാണ്, വാലിഡിറ്റി ഓഫ് കോസൽ ഇൻഫറൻസസ് വേഴ്സസ് ഇക്കോളജിക്കൽ വാലിഡിറ്റി. അതായത് കാര്യകാരണ ബന്ധങ്ങൾ, കോസൽ ഇൻഫറൻസസ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നല്ല നിയന്ത്രിതമായ ലാബ് സാഹചര്യങ്ങളിലെ പഠനങ്ങളാണോ കൂടുതൽ നല്ലത്, അതോ ആളുകൾ സാധാരണ ജീവിതത്തിൽ എങ്ങനെ പെരുമാറുന്നു എന്ന് പഠിക്കുന്നതാണോ ഇക്കോളജിക്കൽ വാലിഡിറ്റി കൂടുതൽ പ്രസക്തം? ഇത് ഗവേഷകർ എപ്പോഴും നേരിടുന്ന ഒരു ഡിലമ്മയാണ്. ലാബിലെ പരീക്ഷണങ്ങൾ നമുക്ക് കാരണം ഇതാണെന്ന് കൃത്യമായി പറയാൻ സഹായിക്കും. പക്ഷേ ആ ലാബിലെ കണ്ടുപിടുത്തം പുറത്ത് യഥാർത്ഥ ലോകത്ത് എത്രത്തോളം ശരിയാവും, അതാണ് എക്കോളജിക്കൽ വാലിഡിറ്റി. ശരിയാണ്. ഇപ്പോ ഒരു ഡ്രൈവിംഗ് സിമുലേറ്ററിൽ ഒരാൾ ചെയ്യുന്നതും ശരിക്കും റോഡിൽ ഓടിക്കുമ്പോൾ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടാവാമല്ലേ? ഉണ്ടാവാം, തീർച്ചയായും. അപ്പോ ഗവേഷകർ എപ്പോഴും ഈ രണ്ടും ബാലൻസ് ചെയ്യാൻ നോക്കും. ലാബിലെ കൃത്യതയും വേണം, യഥാർത്ഥ ജീവിതത്തിലെ പ്രസക്തിയും വേണം. ഓക്കെ. ആറാമത്തെ വിഷയം, അപ്ലൈഡ് വേഴ്സസ് ബേസിക് റിസർച്ച്. അതെ. മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അടിസ്ഥാനപരമായി ബേസിക് റിസർച്ച് മനസ്സിലാക്കാനാണോ നമ്മൾ ശ്രമിക്കേണ്ടത്, അതോ ഈ അറിവൊക്കെ വെച്ച് ആളുകളുടെ യഥാർത്ഥ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അപ്ലൈഡ് റിസർച്ച് നോക്കണോ? ഇത് ഫണ്ടിംഗ് കൊടുക്കുന്ന ഏജൻസികൾ വരെ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ചെറിയ ചിരി. ഓർമ്മശക്തി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കുന്നത് ബേസിക് റിസർച്ചാണ്. അതേസമയം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ സഹായിക്കാൻ പുതിയ ടെക്നിക്കുകൾ ഉണ്ടാക്കുന്നത് അപ്ലൈഡ് റിസർച്ചാണ്. ശരി. പലപ്പോഴും ഈ ബേസിക് റിസർച്ചിലെ കണ്ടെത്തലുകളാണ് പിന്നീട് അപ്ലൈഡ് റിസർച്ചിന് ഉപകാരപ്പെടുന്നത്. തിരിച്ചും സംഭവിക്കാറുണ്ട്. ഓക്കെ. അപ്പോ അതും ഒരു പ്രധാന തർക്കമാണ്. അവസാനമായിട്ട് ബയോളജിക്കൽ വേഴ്സസ് ബിഹേവിയറൽ മെത്തേഡ്സ്. മനസ്സിനെ പഠിക്കാൻ തലച്ചോറ് നേരിട്ട് നോക്കണം, അതായത് fMRI സ്കാനൊക്കെ ഉപയോഗിച്ച് ബയോളജിക്കൽ പഠിക്കണോ, അതോ ആളുകളുടെ പെരുമാറ്റം,
അവരൊരു കാര്യം ചെയ്യാൻ എത്ര സമയമെടുക്കുന്നു, എന്ത് തെറ്റുകൾ വരുത്തുന്നു, ഇതൊക്കെ ബിഹേവിയറിൽ നിരീക്ഷിച്ചാൽ മതിയോ? ഇന്ന് മിക്കവാറും ഗവേഷകർ ഈ രണ്ട് രീതികളും ഒരുമിച്ചുപയോഗിക്കാനാണ് ശ്രമിക്കുന്നത്. ആ ശരി. തലച്ചോറിൽ എന്ത് നടക്കുന്നു എന്ന് സ്കാനിലൂടെ കാണുന്നതും അതെങ്ങനെയാണ് പെരുമാറ്റത്തിൽ പുറത്തു വരുന്നത് എന്ന് നോക്കുന്നതും ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് ചിത്രം കിട്ടും. ശരിയാണ്. അപ്പോ ഈ 7 തർക്കങ്ങളിലും ഒരു വശം മാത്രം ശരി എന്ന് വാദിക്കുന്നതിന് പകരം രണ്ട് വശങ്ങളെയും എങ്ങനെ ഒരുമിപ്പിക്കാം, ഒരു സിന്തസിസ് ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നതാണ് പലപ്പോഴും ഏറ്റവും നല്ലത്. വളരെ ശരിയാണ്. ഈ തർക്കങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ കോഗ്നിറ്റീവ് സൈക്കോളജിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ചില അടിസ്ഥാനപരമായ ആശയങ്ങളും കീ ഐഡിയാസ് ഇൻ കോഗ്നിറ്റീവ് സൈക്കോളജിയും ഉണ്ട്. അതെ. അതിൽ ആദ്യത്തേത് നമ്മൾ നേരത്തെ ചെറുതായിട്ട് സൂചിപ്പിച്ചു, ഡേറ്റയും തിയറിയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത്. അതെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കുറെ വിവരങ്ങൾ ശേഖരിച്ചു എന്ന് വെച്ചിട്ട് കാര്യമില്ല. അതിനെ ഒന്നിപ്പിക്കാനും വിശദീകരിക്കാനും ഒരു നല്ല തിയറി വേണം. അതുപോലെ വെറുതെ ഒരു തിയറി ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഡാറ്റ വേണം. അപ്പോൾ രണ്ടും കൈകോർത്തു പോകണം. അതെ, ഒരു സൈക്കിൾ പോലെയാണത്. ഡാറ്റ തിയറിയെ മെച്ചപ്പെടുത്തുന്നു, തിയറി പുതിയ ഡാറ്റ ശേഖരിക്കാൻ സഹായിക്കുന്നു. ശരി. രണ്ടാമത്തെ ആശയം, നമ്മുടെ ചിന്താശേഷി പൊതുവെ അഡാപ്റ്റീവാണ്, അതായത് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിവുള്ളതാണ്. പക്ഷേ എല്ലായ്പ്പോഴും അത് പെർഫെക്റ്റ് ആയിരിക്കില്ല. കറക്റ്റ്. നമ്മുടെ ചിന്താ പ്രക്രിയകളൊക്കെ നമ്മളെ അതിജീവിക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ചില എളുപ്പവഴികൾ നമ്മൾ ഉപയോഗിക്കും ചിന്തിക്കാൻ. ഹ്യൂറിസ്റ്റിക്സ്, ബയാസസ് എന്നൊക്കെ പറയും. അത് ചിലപ്പോൾ നമ്മളെ തെറ്റായ തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേക്കാം. ഉദാഹരണത്തിന്, നമ്മൾ ഈ അടുത്ത് കേട്ടൊരു വാർത്തയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്. ഓ ശരിയാണ്. അപ്പോ നമ്മുടെ ചിന്തകൾ എപ്പോഴും ശരിയാവണമെന്നില്ല എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമ്മുടെ തീരുമാനങ്ങളെക്കുറിച്ച് ഒന്നുകൂടി ആലോചിക്കാൻ അത് സഹായിക്കും. ശരി. ഇനി മൂന്നാമത്തെ പ്രധാന ആശയം, കോഗ്നിറ്റീവ് പ്രക്രിയകൾ, അതായത് ഓർമ്മ, ശ്രദ്ധ, പഠനം, ഇതൊന്നും തനിയെ പ്രവർത്തിക്കുന്നില്ല. ഇല്ല, അവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ വികാരങ്ങൾ, ശാരീരിക അവസ്ഥകൾ പോലെയുള്ള നോൺ കോഗ്നിറ്റീവ് കാര്യങ്ങളുമായും ഇടപഴകുന്നു. വളരെ ശരിയാണ്. ഇപ്പോ നിങ്ങളുടെ മൂഡ് ശരിയല്ലെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ഓർമ്മയെ ബാധിക്കും, ശ്രദ്ധയെ ബാധിക്കും. അതെ. പരീക്ഷ എഴുതുമ്പോ ടെൻഷൻ കാരണം പഠിച്ചതൊന്നും ഓർമ്മ വരുന്നില്ല എന്ന് പറയില്ലേ? പറയാറുണ്ട്. അതിനൊരു നല്ല ഉദാഹരണമാണ്. നമ്മുടെ ചിന്തകളും വികാരങ്ങളും ശരീരവുമെല്ലാം കണക്റ്റഡ് ആണ്. അപ്പൊ എല്ലാം ചേർന്ന ഒരു സിസ്റ്റമാണ്. അതെ. നാലാമതായി, ഈ കോഗ്നിഷൻ എന്ന് പറയുന്ന സങ്കീർണമായ വിഷയത്തെ പഠിക്കാൻ ഒരു രീതി മാത്രം പോരാ. പലതരം ശാസ്ത്രീയ രീതികൾ, വെറൈറ്റി ഓഫ് സയന്റിഫിക് മെത്തേഡ്സ് ഉപയോഗിക്കണം. തീർച്ചയായും. ലാബിലെ പരീക്ഷണങ്ങൾ മാത്രം പോരാ. ചിലപ്പോൾ ആളുകളോട് സംസാരിച്ച് വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും. സർവേസ്. ചിലപ്പോൾ ഒരാളെ തന്നെ ആഴത്തിൽ പഠിക്കേണ്ടി വരും. കേസ് സ്റ്റഡീസ്, കമ്പ്യൂട്ടർ മോഡലുകൾ ഉണ്ടാക്കേണ്ടി വരും. ബ്രെയിൻ ഇമേജിംഗ് വേണം. ഓ, ഇങ്ങനെ പല ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ഒരു വിധം പൂർണ്ണമായ ചിത്രം കിട്ടുക. ശരിയാണ്. ഒരു രീതിക്ക് അതിൻ്റെതായ പരിമിതികളുണ്ടാവും. അവസാനത്തെ ആശയം നമ്മൾ നേരത്തെ ആ ബേസിക് അപ്ലൈഡ് തർക്കം പറഞ്ഞതുമായി ബന്ധപ്പെട്ടതാണ്. അടിസ്ഥാന ഗവേഷണവും ബേസിക് റീസർച്ചും പ്രായോഗിക ഗവേഷണവും അപ്ലൈഡ് റീസർച്ചും തമ്മിൽ എപ്പോഴും ഒരു കൊടുക്കൽ വാങ്ങലുണ്ട്. അതെ, ബേസിക് റീസർച്ച് വെറും അറിവിനു വേണ്ടി മാത്രമാണെന്ന് കരുതരുത്. ഇല്ല. അതിൽ നിന്ന് കിട്ടുന്ന കണ്ടെത്തലുകൾക്ക് ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വലിയ പ്രാക്ടിക്കൽ ഉപയോഗങ്ങൾ വന്നേക്കാം. ഉദാഹരണത്തിന്, ഇപ്പോ ഓർമ്മയെക്കുറിച്ചുള്ള അടിസ്ഥാന പഠനങ്ങൾ അത് പിന്നീട് അൽഷിമേഴ്സ് രോഗത്തിനുള്ള ചികിത്സകളിലോ അല്ലെങ്കിൽ കുട്ടികളുടെ പഠനരീതികൾ മെച്ചപ്പെടുത്തുന്നതിലോ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ. അതുപോലെ ഒരു പ്രായോഗിക പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിനെക്കുറിച്ച് പുതിയ ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നും വരും. ശരി. അപ്പൊ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു. അതെ, രണ്ടും പരസ്പരം ശക്തിപ്പെടുത്തുന്നു. അപ്പോ ഇന്ന് നമ്മൾ പ്രധാനമായും കണ്ടത് കൊഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. അതിലൊരുപാട് സംവാദങ്ങളും ചോദ്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതിന് അതിൻ്റെതായ ചില ഉറച്ച അടിസ്ഥാന ആശയങ്ങളുമുണ്ട്. ഈ ഇഷ്യൂസും ഐഡിയാസും മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ വരുന്ന പുതിയ പഠനങ്ങളെയും കണ്ടെത്തലുകളെയും ഒക്കെ ശരിയായി വിലയിരുത്താൻ നിങ്ങളെ സഹായിക്കുമല്ലേ? തീർച്ചയായും. അതോടൊപ്പം ഈ ആശയങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ സ്വന്തം ചിന്താരീതികളെക്കുറിച്ചോ പഠനരീതികളെക്കുറിച്ചോ ഒക്കെ എന്തെങ്കിലും പുതിയ ചിന്തകൾ വന്നിട്ടുണ്ടാവാം. ഉണ്ടാവാം. ഞാൻ എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഓർക്കുന്നത്, ചിലത് മറന്നുപോകുന്നത്?
അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ചില വിഷയങ്ങൾ പഠിക്കാൻ എളുപ്പവും ചിലത് ബുദ്ധിമുട്ടും? ആ ഇതുപോലുള്ള ചോദ്യങ്ങളെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ ആശയങ്ങളുടെ വെളിച്ചത്തിൽ ഒന്നുകൂടി നോക്കിക്കാണാൻ ഒരുപക്ഷെ ഇത് നിങ്ങളെ പ്രേരിപ്പിച്ചേക്കാം. അതൊരു നല്ല തുടക്കമാവും. ശരിയാണ്. അപ്പോ ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി. നന്ദി. സ്വാഗതം. ഇന്ന് നമ്മൾ അറിവിജ്ഞാനത്തിന്റെ കേന്ദ്ര ആശയങ്ങൾ എന്ന ആ ഒരു വിഷയത്തിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധിക്കാൻ പോകുന്നത്. നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, ഓർക്കുന്നത്, ചിന്തിക്കുന്നത് എന്നൊക്കെ പഠിക്കുന്ന കോഗ്നിറ്റീവ് സൈക്കോളജി ആ ഒരു ശാസ്ത്രശാഖയിലെ ചില അടിസ്ഥാന ആശയങ്ങൾ, അതാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു നല്ല അടിത്തറ തരും. തീർച്ചയായും. ഈ പറയുന്ന ആശയങ്ങളുണ്ടല്ലോ, ഇത് കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ പല ഭാഗങ്ങളിലും നമ്മൾ വീണ്ടും വീണ്ടും കാണുന്ന ഒന്നാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് മുന്നോട്ടുള്ള പഠനത്തിന് അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ ഹെൽപ്ഫുൾ ആവും. അതെ, നമ്മുടെ കയ്യിലുള്ള ഈ വിവരങ്ങളിൽ 5 പ്രധാന ആശയങ്ങളാണ് എടുത്തു പറയുന്നത്. ഒന്നാമത്തേത്, ഇത് വളരെ ബേസിക് ആണ്. അതായത് വെറും ഡാറ്റ അല്ലെങ്കിൽ വിവരം മാത്രം പോരാ, അതിനൊരു അർത്ഥം വരണമെങ്കിൽ ഒരു തിയറി, ഒരു സിദ്ധാന്തം വേണം. ശരിയാണ്. അതുപോലെ തിരിച്ചും, ഒരു തിയറിക്ക് നിലനിൽക്കണമെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഡേറ്റയും വേണം. ഇവ രണ്ടും ഇങ്ങനെ കൈകോർത്തു പോണം, അല്ലേ? വളരെ ശരിയാണ്. ഇവ രണ്ടും ഒരുമിച്ച് തന്നെ വേണം. ഇനി രണ്ടാമത്തെ ആശയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചിന്താശേഷി, നമ്മൾ കോഗ്നിഷൻ എന്ന് പറയില്ലേ, അത് പൊതുവെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒന്നാണ്. അഡാപ്റ്റീവ് എന്ന് പറയും. അഡാപ്റ്റീവ്, അതായത് ചുറ്റുപാടുകൾക്കനുസരിച്ച് മാറാനും പ്രതികരിക്കാനും നമ്മളെ സഹായിക്കുന്നത്. അതെ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് എപ്പോഴും 100% ശരിയാവണമെന്നില്ല. ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ചിന്തകൾ അത്ര എഫക്റ്റീവ് ആവില്ല, തെറ്റുകൾ പറ്റാം. ഓക്കെ, അപ്പോ നമ്മുടെ ചിന്ത എപ്പോഴും ലോജിക്കൽ ആയിരിക്കില്ല എന്ന്. ഈ ഒരു പോയിന്റ് ഒരു പക്ഷേ അടുത്ത ആശയവുമായി ബന്ധമുണ്ടോ? അതായത് കോഗ്നിറ്റീവ് പ്രോസസ്സുകൾ, ഓർമ്മ, ശ്രദ്ധ, ചിന്ത തുടങ്ങിയ കോഗ്നിറ്റീവ് പ്രക്രിയകൾ ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കുന്നതെന്ന്. ബന്ധപ്പെട്ടിരിക്കുന്നു. അതുമാത്രമല്ല, നമ്മുടെ വികാരങ്ങൾ, ലക്ഷ്യങ്ങൾ, മോട്ടിവേഷൻ അങ്ങനെയുള്ള നോൺ കോഗ്നിറ്റീവ് പ്രോസസ്സുകളുമായും ഇവയ്ക്ക് ബന്ധമുണ്ട്. ഒരു ഉദാഹരണം പറയാമോ? ഇപ്പോൾ നിങ്ങളുടെ അന്നത്തെ ഒരു മൂഡ് അല്ലെങ്കിൽ ഒരു വിഷമമുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു കാര്യം ഓർത്തെടുക്കുന്നതിനെ ബാധിച്ചേക്കാം. അപ്പോൾ എല്ലാം കൂടി ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ശരിയാണ്. ഈ ഒരു കോംപ്ലക്സിറ്റി ഉള്ളതുകൊണ്ടാണ് നാലാമത്തെ ആശയം വരുന്നത്. അതെന്താണ്? ഈ കോഗ്നിഷൻ എന്ന പ്രതിഭാസം പഠിക്കാൻ ഒരു ശാസ്ത്രീയ രീതി മാത്രം പോരാ, പലതരം ഗവേഷണ രീതികൾ വേണം. ലാബ് എക്സ്പെരിമെന്റ്സ്, ഒബ്സർവേഷണൽ സ്റ്റഡീസ്, കമ്പ്യൂട്ടർ മോഡലിംഗ്, ബ്രെയിൻ ഇമേജിംഗ്, അങ്ങനെ പലതും. പല ആംഗിളിൽ നിന്നും നോക്കണം. അതെ, അപ്പോഴേ ഒരു പൂർണ്ണ ചിത്രം കിട്ടൂ. അപ്പൊ 5ാമത്തെ ആശയം ഈ ഗവേഷണത്തെക്കുറിച്ച് തന്നെയാണോ? ബേസിക് റിസർച്ചും അപ്ലൈഡ് റിസർച്ചും തമ്മിലുള്ള ബന്ധം. അതെ, ബേസിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രോബ്ലം സോൾവ് ചെയ്യാനല്ല, മറിച്ച് അറിവ് നേടാൻ വേണ്ടി മാത്രം നടത്തുന്ന പഠനങ്ങൾ. ഇത് ചിലപ്പോൾ പിന്നീട് വലിയ പ്രായോഗിക തലത്തിലുള്ള ഉപയോഗങ്ങളിലേക്ക്, ആപ്ലിക്കേഷൻസിന് നയിച്ചേക്കാം. ഓക്കെ. അതുപോലെ ഒരു പ്രായോഗിക പ്രശ്നം, ഒരു അപ്ലൈഡ് റിസർച്ച് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ചിലപ്പോൾ ചിന്തയെക്കുറിച്ചുള്ള പുതിയ അടിസ്ഥാനപരമായ അറിവുകളിലേക്ക്, അതായത് ബേസിക് റിസർച്ചിലേക്ക് വഴിതെളിച്ചെന്നും വരാം. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഈ പറഞ്ഞ സങ്കീർണതകളൊക്കെ മനസ്സിലാക്കാൻ ആദ്യകാലത്ത് ഗവേഷകർ ഒരു മോഡൽ ഉപയോഗിച്ചിരുന്നല്ലോ, കമ്പ്യൂട്ടർ രൂപകം, കമ്പ്യൂട്ടർ മെറ്റഫർ. അതെങ്ങനെയാണ് സഹായിച്ചത്? അത് രസകരമാണ്. ആദ്യകാല കമ്പ്യൂട്ടറുകൾ എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? ഇൻപുട്ട് എടുക്കുന്നു, സ്റ്റോർ ചെയ്യുന്നു, പ്രോസസ് ചെയ്യുന്നു, ഔട്ട്പുട്ട് തരുന്നു. ശരിയാണ്. ഏതാണ്ട് അതുപോലെ മനുഷ്യന്റെ ചിന്തയെയും കാണാൻ ശ്രമിച്ചു, ഒരു ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് സിസ്റ്റമായിട്ട്. കമ്പ്യൂട്ടറുകൾക്ക് കാൽക്കുലേഷൻസ് ഒക്കെ ഭയങ്കര വേഗത്തിൽ ചെയ്യാൻ പറ്റുമല്ലോ. പറ്റും. പക്ഷേ മനുഷ്യർക്ക് അത്ര വേഗത്തിൽ കണക്ക് കൂട്ടാൻ പറ്റിയില്ലെങ്കിലും കമ്പ്യൂട്ടറിന് അന്ന് പറ്റാത്ത പലതും നമുക്ക് പറ്റുമായിരുന്നു. അതായത് പൊതുവായ ആശയങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, ജനറലൈസേഷൻസ്, സങ്കീർണമായ പാറ്റേണുകൾ, കോംപ്ലക്സ് പാറ്റേൺസ്, ഒരു തമാശ പറഞ്ഞാൽ മനസ്സിലാക്കുക, വികാരങ്ങൾ, ഇമോഷൻസ്. ഇതൊന്നും പഴയ കമ്പ്യൂട്ടറുകൾക്ക് അത്ര എളുപ്പമായിരുന്നില്ല. ശരിയാണ്. അവിടെയാണ് ആ രൂപകത്തിന്റെ ഒരു പരിമിതി വന്നത്. പക്ഷെ പിന്നീട് തലച്ചോറിന്റെ പ്രവർത്തനത്തോട് കുറച്ചുകൂടി സാമ്യമുള്ള പുതിയ കമ്പ്യൂട്ടർ മോഡലുകൾ വന്നു, ന്യൂറൽ നെറ്റ്വർക്കുകൾ പോലെ. ന്യൂറൽ നെറ്റ്വർക്കുകൾ. അവയ്ക്ക് പാറ്റേണുകൾ പഠിക്കാനും ചിലപ്പോൾ മനുഷ്യരെ പോലെ തെറ്റുകൾ വരുത്താനുമൊക്കെ കഴിയും. അപ്പോൾ ഈ കമ്പ്യൂട്ടർ രൂപകം
അതിന് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ പോലും ഈ ചിന്തയെ ശാസ്ത്രീയമായി പഠിക്കാൻ ഒരു ഫ്രെയിംവർക്ക് കൊടുത്തു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കമ്പ്യൂട്ടർ സയൻസും പിന്നെ തലച്ചോറിനെക്കുറിച്ചുള്ള പഠനം, അതായത് ന്യൂറോ സയൻസ്, പിന്നെ നമ്മുടെ കോഗ്നിറ്റീവ് സൈക്കോളജിയും ഇവ തമ്മിലുള്ള ബന്ധം കൂടുതൽ അടുത്തു വന്നു. അങ്ങനെയാണോ കോഗ്നിറ്റീവ് സയൻസ് എന്നൊരു വലിയ ഫീൽഡ് തന്നെ ഉണ്ടായത്? അതെ, കോഗ്നിറ്റീവ് സയൻസ് ഈ 3 ഫീൽഡുകളുടെയും ഒരു സംഗമമാണ്. കോഗ്നിറ്റീവ് സൈക്കോളജി ഒരു തരത്തിൽ ചിന്തയുടെ സോഫ്റ്റ്വെയർ വശം നോക്കിയപ്പോൾ ന്യൂറോ സയൻസ് അതിന്റെ ഹാർഡ്വെയർ ആയ തലച്ചോറിലേക്ക് ശ്രദ്ധിച്ചു. സത്യം പറഞ്ഞാൽ ആദ്യകാലത്തൊന്നും കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റുകൾ തലച്ചോറിന്റെ ഘടനയെപ്പറ്റിയോ പ്രവർത്തനത്തെപ്പറ്റിയോ അത്ര ബോധവാന്മാരായിരുന്നില്ല. ഓഹോ. അവർ കൂടുതലും ശ്രദ്ധിച്ചത് ആ പ്രോസസ്സുകളിലായിരുന്നു. പക്ഷെ പിന്നീട് അതൊക്കെ മാറി. അതെങ്ങനെയാണ് മാറിയത്? ഈ പുതിയ ടെക്നോളജികൾ വന്നതോടെയാണോ MRI, PT, EEG പോലെയുള്ള ന്യൂറോ കോഗ്നിറ്റീവ് ടെക്നിക്കുകൾ? ന്യൂറോ കോഗ്നിറ്റീവ് ടെക്നിക്സ്, അതെ, അതുതന്നെ. ഈ ടെക്നോളജികൾ വലിയൊരു മാറ്റമാണുണ്ടാക്കിയത്. MRI വെച്ച് തലച്ചോറിന്റെ സ്ട്രക്ചർ വ്യക്തമായി കാണാം. PT, fMRI പോലുള്ളവ ഉപയോഗിച്ച് ഒരാൾ ഒരു പ്രത്യേക കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ തലച്ചോറിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് ആക്റ്റീവ് ആകുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ. അപ്പൊ ബ്രെയിൻ ആക്ടിവിറ്റി കാണാൻ പറ്റും. അതെ. EEG ആണെങ്കിൽ തലച്ചോറിലെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, ആ തരംഗങ്ങൾ അളക്കാൻ സഹായിച്ചു. അപ്പോ ഈ ചിന്തയുടെ ഘടനകളും അതിന്റെ പ്രക്രിയകളും തമ്മിലുള്ള ബന്ധം അത് നേരിട്ട് പഠിക്കാൻ പറ്റി. ഇത് ശരിക്കും കോഗ്നിറ്റീവ് സൈക്കോളജിയിലെ ഒരു പുതിയ കാഴ്ചപ്പാട്, ഒരു പാരഡൈം ഷിഫ്റ്റ് തന്നെ കൊണ്ടുവന്നു. അപ്പൊ നമുക്കിതൊന്ന് ചുരുക്കി പറയാം. കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് മനസ്സിനെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രീയ പഠനമാണ്. സയന്റിഫിക് സ്റ്റഡി ഓഫ് ദ മൈൻഡ്. അതെ. ആളുകൾ എങ്ങനെ ഇൻഫർമേഷൻ ശ്രദ്ധിക്കുന്നു, മനസ്സിലാക്കുന്നു, പഠിക്കുന്നു, ഓർക്കുന്നു, ചിന്തിക്കുന്നു, ഇതിനെക്കുറിച്ചൊക്കെയുള്ള പഠനം. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ഇതിനുവേണ്ടി പലതരം ഗവേഷണ രീതികളും റിസർച്ച് മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല, ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഭാഷാശാസ്ത്രം, ന്യൂറോ സയൻസ്, ഫിലോസഫി, ആന്ത്രോപോളജി അങ്ങനെ ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പിന്നെ ഈ ഫീൽഡിൽ എപ്പോഴും ചർച്ച ചെയ്യുന്ന ചില പ്രധാന വിഷയങ്ങളുണ്ട്. നേച്ചർ വേഴ്സസ് നേച്ചർ, പ്രകൃതിയാണോ പരിപോഷണമാണോ പ്രധാനം? റാഷണലിസം വേഴ്സസ് എംപിറിസിസം, യുക്തിയാണോ അനുഭവമാണോ അറിവിനാധാരം? സ്ട്രക്ചർ വേഴ്സസ് പ്രോസസ്സസ്, ഘടനയാണോ പ്രക്രിയയാണോ പ്രധാനം? ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. യെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. ഒരു അവസാന ചിന്തയായിട്ട്, നിങ്ങളിപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും നിങ്ങളുടെ തലച്ചോറിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. അത്ഭുതം തന്നെയല്ലേ? ഭാവിയിൽ വരുന്ന ടെക്നോളജികൾ നമ്മുടെ ചിന്തയെയും ഓർമ്മയെയും കുറിച്ചുള്ള എന്തെല്ലാം പുതിയ അറിവുകളായിരിക്കും നമുക്ക് തരുന്നത്? അത് ചിന്തിക്കുന്നത് തന്നെ ഒരു രസമല്ലേ?